नमो नारायणाय। वसुदेवसुदं देवं कंसचाणूरमर्दनं देवकी परमानन्दं कृष्णं वन्दे जगद्गुरुम्। अतसी पुष्पसङ्काशं हारनूपुरशोभितं रत्नकङ्गणकेयूरं कृष्णं वन्दे जगद्गुरुम्। कुडिलालकसंयुक्तं पूर्णचन्द्रनिभाननं विलसत्कुण्डलधरं कृष्णं वन्दे जगद्गुरुम्। मन्दारगन्धसंयुक्तं चारुहासं चतुर्भुजं बर्हि पिञ्चावचूडाङ्गं कृष्णं वन्दे जगद्गुरुम्। उत्फुल्लपद्मपत्राक्षं नीलजीमूतसन्निभं यादवानां शिरोरत्नं कृष्णं वन्दे जगद्गुरुम्। रुक्मिणीकेलिसंयुक्तं पीताम्बरसुशोभितम् अवाप्ततुलसीगन्धं कृष्णं वन्दे जगद्गुरुम्। गोपिकानां कुचद्वन्द्व कुङ्कुमाङ्गितवक्षसं श्रीनिकेतं महेश्वासं कृष्णं वन्दे जगद्गुरुम्। श्रीवत्साङ्गं महोरस्कं वनमालाभिराजितं शङ्खचक्रधरं देवं जगद्गुरुम्। कृष्णाष्टकमिदं पुण्यं प्रातरुत्थाय यत्पठेत् कोटिजन्मकृतं पापं സ്മരണേന വിനശ്യതി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഭക്തിയോഗം എന്നുള്ള ഈ അധ്യായത്തിൽ അൺമാനിഫെസ്റ്റ് ആണോ മാനിഫെസ്റ്റ് ആണോ വേണ്ടതെന്നുള്ളതിന് അൺമാനിഫെസ്റ്റ് എന്നുള്ള ഐഡിയയിലേക്ക് മാനിഫെസ്റ്റ് എന്നുള്ള രൂപം വഴിയാണ് എത്താൻ എളുപ്പം എന്ന് ഭഗവാൻ പറഞ്ഞു വെച്ച് അതെങ്ങനെയാണ് എത്തുന്നത്, അതിനുള്ള ടെക്നിക്സ് എന്തൊക്കെയാണ്, അതിനുള്ള വേസ് എന്തൊക്കെയാണെന്ന് പഴയ ചാപ്റ്ററുകൾ നേരത്തെ പറഞ്ഞതിനെ റെഫറൻസ് ചെയ്ത് പറയായിരുന്നു. അപ്പം കംപ്ലീറ്റ് എന്നിൽ സമർപ്പിക്കണം. അത് എന്നെ അങ്ങനെ മനസ്സും ബുദ്ധിയും ഒക്കെ എന്നിൽ സമർപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ അഭ്യാസം ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഒരു ഫോം വെച്ചിട്ട് ഒരു നമുക്ക് ഇഷ്ടദേവതയാണെങ്കിലും ഓം എന്നുള്ളൊരു അക്ഷരമാണെങ്കിലും ഒരു ഫോം വെച്ച് പ്രാക്ടീസ് ചെയ്യണം. അങ്ങനെ പ്രാക്ടീസ് ചെയ്യാനും ബുദ്ധിമുട്ടാണെങ്കിൽ നീ കർമ്മങ്ങൾ ചെയ്യണ്ടല്ലോ, റിനൗൺസ് ദി ആക്ഷൻസും റിനൗൺസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ആക്ഷന്റെ ഫ്രൂട്ട്സിനെ റിനൗൺസ് ചെയ്യണം. കർമ്മഫല ത്യാഗം ചെയ്തേ പറ്റൂ. ദാറ്റ് ഈസ് ദ വേ. അങ്ങനെയാണ് യു വിൽ ബിക്കം ഫിറ്റ് ടു മെഡിറ്റേറ്റ് ഓൺ ദ ഇംപെരിഷബിൾ. അപ്പൊ ഇങ്ങനെ ഈ കർമ്മഫലത്യാഗവും ചെയ്ത് മനസ്സിനെയൊക്കെ ശുദ്ധീകരിച്ച് കഴിഞ്ഞാൽ വെൻ യു ഡു ദാറ്റ് പ്രോസസ് then you will be fit to meditate on the unmanifest on the imperishable. അപ്പൊ ആ ഒരു ഐഡിയയിൽ വന്നിട്ട് പിന്നെ ഈ ചാപ്റ്ററിന്റെ അവസാനം നമ്മൾ ഇന്നലെ തുടങ്ങി വെച്ചത് 36 ക്വാളിറ്റീസ് ഓഫ് എ ഡിവോട്ടി. ഒരു ഭക്തന് വേണ്ട 36 ഗുണങ്ങൾ ഉണ്ടെങ്കിൽ, ആ ഗുണങ്ങൾ നിങ്ങളിൽ ഉണ്ടെങ്കിൽ അതിനെ ശക്തീകരിക്കുക, ആ ഗുണങ്ങൾ ഇല്ലെങ്കിൽ ആ ഗുണങ്ങൾ വളർത്തിയെടുക്കുക. അതിനുവേണ്ടി പറയുന്ന ഒരു ഇൻഡിക്കേറ്റേഴ്സ് ആയിട്ട് പറയുന്ന മെന്റൽ ആൻഡ് ഇന്റലക്ച്വൽ ക്വാളിറ്റീസ്, ശാരീരികമല്ല മാനസികവും ബൗദ്ധികവുമായ 36 ക്വാളിറ്റീസ് ആണ് ഭഗവാൻ ഇനി ഈ ചാപ്റ്ററിന്റെ അവസാനം വരെ 6 ഡിഫറെന്റ് സെക്ഷൻസിലായിട്ട് പറയാൻ പോകുന്നത്. 13, 14 ഒരു സെക്ഷൻ, 15, 16, 17, 18, 19 ഇങ്ങനെ ഈ 6 സെക്ഷൻസിലായിട്ട് പറയാൻ പോകുന്ന 36 ഡിഫറെന്റ് ക്വാളിറ്റീസ് ആണ്. അപ്പം മാൻ ഓഫ് പെർഫെക്ഷൻ, മാൻ ഓഫ് അൾട്ടിമേറ്റ് ഡിവോഷൻ. അപ്പൊ അത് എന്താണ്? കാരണം ഈ ക്വാളിറ്റീസ് നമ്മൾ നേരത്തെ ആൻഡ് വിൽ കം ബാക്ക് ടു ദാറ്റ് ഈ ചാപ്റ്ററിന്റെ അവസാനം. ഈ ക്വാളിറ്റീസ് നമ്മളിൽ ഡെവലപ്പ് ചെയ്യുന്നത് ഇപ്പം കർമ്മയോഗം എന്നുള്ള ആ സെറ്റ് ഓഫ് ഐഡിയാസ് കൊണ്ട് മൈൻഡ് പ്യൂരിഫൈ ചെയ്ത്, ആ പ്യൂരിഫൈ ചെയ്ത മൈൻഡ് മെഡിറ്റേഷനും സിംഗിൾ പോയിന്റഡ് ഫോക്കസും കൊണ്ട് ഒരു ഗോളിലേക്ക് ഉറപ്പിച്ച് അത് എന്താണ് ആ ലക്ഷ്യം എന്നറിയേണ്ട എന്നുള്ള ജ്ഞാനം മനസ്സിലാക്കി വരികയാണ് നമ്മൾ. അപ്പൊ അതിന് ഭക്തി, സറണ്ടർ, നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി 7ാമത്തെയും 8ാമത്തെയും അധ്യായത്തിൽ പറഞ്ഞ മാതിരി സറണ്ടർ എന്നുള്ള ഐഡിയ ഉറയ്ക്കണം. അപ്പൊ അതാണ് അതിന് വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, അതിന് വേണ്ട മെന്റൽ മേക്കപ്പ് ആണ് ഇതിൽ പറയുന്നത്. അപ്പൊ നമ്മൾ ഇന്നലെ തുടങ്ങിയത് അദ്വേഷ്ട സർവഭൂതാനാം മൈത്ര കരുണ ഏവജ നിർമ്മമോ നിരഹങ്കാര സമദുഃഖ സുഖക്ഷമി സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ മയ്യർപ്പിത മനോബുദ്ധിർ യോമദ്ഭക്ത സമയപ്രിയ. അപ്പൊ ഇതിൽ 11 ക്വാളിറ്റീസ് ഉണ്ട്. അദ്വേഷ്ട സർവഭൂതാനാം, ഒന്നിനോടും ഒരു ദേഷ്യവും ഇല്ല, ഒരു സാധനത്തിനോടും എതിർപ്പോ വിദ്വേഷമോ ഒന്നുമില്ല.
എല്ലാത്തിനോടും സ്നേഹം മാത്രം, മൈത്ര, സുഹൃദ്ഭാവം മാത്രം, കരുണ, എല്ലാവരോടും കമ്പാഷൻ, എല്ലാ കാര്യങ്ങളോടും, എല്ലാ ജീവികളോടും കമ്പാഷൻ, എല്ലാത്തിനോടും കരുണയുള്ള അവസ്ഥ. നിർമ്മമ, മമതയില്ല. മമത, മമ വെച്ചാൽ എൻ്റെ. നിർമ്മമ, എൻ്റെ എന്നുള്ള ആഗ്രഹം ഇല്ലാതിരിക്കുക. പൊസഷൻസ് ഒന്നും ഇല്ലാതിരിക്കുക, ഓർ പൊസഷൻസിനോടുള്ള അറ്റാച്ച്മെന്റ് ഇല്ലാതിരിക്കുക. പൊസഷൻസ് ഒന്നും ഇല്ലാതിരിക്കുക എന്ന് പറയുമ്പോൾ പൊസസ് ചെയ്താലും വിരോധമില്ല, ബട്ട് ആ പൊസസ് ചെയ്തതാണ് എൻ്റെ എല്ലാത്തിനും കാരണം, അല്ലെങ്കിൽ ആ പൊസസ് ചെയ്തത് കൊണ്ടാണ് എനിക്ക് സന്തോഷം എന്നുള്ള ചിന്ത ഇല്ലാതിരിക്കുക. നിരഹങ്കാര, അഹങ്കാരം, ഞാനെന്ന ഭാവം, കർത്താവാണ്, ഭോക്താവാണ്, ഞാൻ കാരണമാണിത് എന്നുള്ള ഭാവം ഇല്ലാതിരിക്കുക. ഇതൊക്കെ നമ്മൾ നേരത്തെ പല അധ്യായങ്ങളിലും നമുക്ക് പറഞ്ഞു തന്ന ഐഡിയാസിനെ വീണ്ടും റീഇൻഫോഴ്സ് ചെയ്ത് സ്ട്രെങ്തൻ ചെയ്യാൻ. ശരിക്കും പറഞ്ഞാൽ 2ാമത്തെ അധ്യായത്തിൽ സ്ഥിതപ്രജ്ഞ ലക്ഷത്തിൽ പറഞ്ഞ കാര്യങ്ങളാണ് ഇതൊക്കെ വീണ്ടും വീണ്ടും വരുന്നത്. സമദുഃഖ സുഖക്ഷമി, സമദുഃഖ സുഖം, സുഖവും ദുഃഖവും ഈക്വൽ ആയിട്ട് എടുക്കുക, ഇക്വാനിമസ് ആവുക. ശരിക്കും പറഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് പറയാം, ഓക്കെ സമദുഃഖ സുഖ. പക്ഷെ നമുക്ക് എത്ര പേർക്ക് പറ്റും അത് ചെയ്യാൻ? എത്ര സിറ്റുവേഷൻസിൽ നമുക്ക് ദുഃഖവും സുഖവും ശരിക്കും എടുക്കാൻ പറ്റും? അപ്പൊ നമ്മൾ കോൺഷ്യസ് ആയിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിക്കണം, ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം എന്ന് പറയുകയാണ്. അല്ലെങ്കിൽ ദ്വേഷം പാടില്ല, അദ്വേഷ്ട സർവഭൂതാനം, ഓക്കെ എനിക്ക് ആരോടും ദേഷ്യമില്ല എന്ന് പറഞ്ഞിരിക്കാം. ബട്ട് ഒരു സിറ്റുവേഷൻ പ്രസന്റ് ചെയ്യുമ്പം യു മൈറ്റ് ഹാവ് ദാറ്റ് കമ്മിങ് അപ്പ് ടു യു. അപ്പൊ നമ്മൾ തന്നെ സെൽഫ് ഇവാലുവേഷനുള്ള ടൂൾസും കൂടിയാണിത്. ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നത്, കോൺടെംപ്ലേഷൻ എന്ന് പറയുന്നത്, ബിഫോർ യു കോൺടെംപ്ലേറ്റ് ഓൺ ദ ഹയർ, before you think of contemplating on the ultimate, you have to contemplate on who you are and where you are. അതിനുള്ള അപ്പൊ ഈ ശ്ലോകങ്ങളൊക്കെ ഈവൻ മനന ശ്ലോകങ്ങളാണ്. ചിന്തിക്കാൻ, നമുക്ക് കോൺടെംപ്ലേറ്റ് ചെയ്യാനുള്ള, നമുക്ക് റിഫൈൻ ചെയ്യാനുള്ള ശ്ലോകങ്ങളാണ് എന്ന് കൂടെ പറയും. അപ്പൊ നിർമ്മമോ, നിരഹങ്കാര, സമദുഃഖ സുഖ, ക്ഷമി ഫോർ ഗിവിങ് ഓഫ് എവറിത്തിങ്. ഒന്നിനോടും ദേഷ്യം വെക്കാതെ, എല്ലാത്തിനെയും ക്ഷമിച്ച്, ഇതൊന്നും എന്റേതല്ല എന്നുള്ള ബോധത്തിൽ ഇരിക്കാൻ പറ്റുന്നു. അങ്ങനെയുള്ള ആള് സന്തുഷ്ട സതതം, ഹീൽ ഓൾവേസ് ബി ഹാപ്പി ഓൾ ദ ടൈം. സന്തുഷ്ട സതതം യോഗിയായിരിക്കും, ബിക്കോസ് ഹീൽ ബി യുണൈറ്റഡ് വിത്ത് ഹയർ. യഥാത്മാ ദൃഢനിശ്ചയ, ആത്മാവ്, ഹീൽ ബി വെരി സെൽഫ് കൺട്രോൾ ആൻഡ് ഹി വിൽ ബി ദൃഢനിശ്ചയം. ഒരു കാര്യം തീരുമാനിച്ചാൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും ആ ഒരു കൺവിക്ഷനും ഉണ്ടാവും. മയ്യർപ്പിത മനോബുദ്ധിർ യോ മദ്ഭക്ത സമയപ്രിയ. ഇങ്ങനെയൊക്കെ എന്നിൽ മനസ്സും ബുദ്ധിയും അർപ്പിക്കുന്ന ഭക്തനെയാണ് എനിക്കിഷ്ടം. നമ്മൾ ഇന്നലെ പറഞ്ഞ മാതിരി ഇതൊരു സൈക്കിളായി, നേരത്തെ പറഞ്ഞ മയ്യർപ്പിത മനോബുദ്ധി, എന്തായിരുന്നു, മയ്യേവ മന ആദത്സ്വ മയി ബുദ്ധിം നിവേശയ എന്ന് പറഞ്ഞിട്ടാണ് 8ാമത്തെ ശ്ലോകം തുടങ്ങിയത്. അതെങ്ങനെയാണെന്ന് അതിനുശേഷമാണ് 6ാമത്തെ ചാപ്റ്ററിലേക്ക് പോകൂ, അഭ്യാസം ചെയ്യൂ, 3ാമത്തേലേക്ക് പോകൂ, കർമ്മഫലത്യാഗം ചെയ്യൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് വിത്ത് കം എ ഫുൾ സർക്കിൾ. അങ്ങനെയുള്ള മയ്യർപ്പിത മനോബുദ്ധി യോ മദ്ഭക്ത സമയപ്രിയ, അങ്ങനെയുള്ള ഭക്തനെയാണ്. അപ്പൊ 11 നോബിൾ ക്വാളിറ്റീസ് ആണ് ഇവിടെ ഇൻഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തതില്, ഇനി 15ാമത്തെ ശ്ലോകം അടുത്ത സെറ്റ് ഓഫ് ക്വാളിറ്റീസ് ആണ്. യസ്മാനോ ദ്വിജതേ ലോകോ ലോകാനോ ദ്വിജതേ ജയാഃ ഹർഷാമർഷഭയോദ്വിഗൈർ മുക്തോ യസ ച മേ പ്രിയാഃ. യസ്മാനോ ഉദ്വിജതേ ലോകോ, ഉദ്വിജത ഉദ്വേഗം, എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ ഇറിറ്റേഷൻ, ഉദ്വേഗം ഉണ്ടാക്കുക. ഹി ഡസ് നോട്ട് agitate the world. യസ്മാനോ ഉദ്വേജിതേ ലോകോ, ലോകത്തിനെ he doesn't agitate. ബാക്കിയുള്ളവരെ പോയി ഇറിറ്റേറ്റ് ചെയ്യണില്ല, ബാക്കിയുള്ളവരെ ഉദ്വേഗം ഉണ്ടാക്കണില്ല. വേൾഡിന് പ്രശ്നം, ലോകം എന്ന് പറയുമ്പോൾ ലോകം ഇസ് ലോക്യതേ, ഇത് ലോകം. വാട്ട് എവർ യു സീ, വാട്ട് എവർ യു എക്സ്പീരിയൻസ്, വാട്ട് എവർ യു ഹാവ് അറൌണ്ട് യു, അപ്പൊ നിങ്ങളുടെ ചുറ്റുമുള്ള സാധനങ്ങളെ നിങ്ങൾ ഉദ്വേഗം ചെയ്യില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ പേസ് വേർഡ് പറഞ്ഞ ഒരു സസ്റ്റൈനബിൾ ഹ്യൂമൻ ബീയിങ്, റൈറ്റ്? വേൾഡിനെ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല, നാച്ചുറൽ റിസോഴ്സസിനെ അധികം ഉപയോഗിച്ച് എന്താ പറയുക, എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നേച്ചറിനെ കേടുവരുത്തുന്നില്ല. ചുറ്റുമുള്ള സാധനങ്ങളെ ഇറിറ്റേറ്റ് ചെയ്ത് ലോകത്തിന് ചുറ്റുമുള്ളതിന് ആവാസ വ്യവസ്ഥകളെ ബുദ്ധിമുട്ടിക്കുന്നില്ല. അവനവന്റെ ചുറ്റുമുള്ള കാര്യങ്ങളെ he doesn't agitate, nor he is agitated by the world. ലോകാനോ ഉദ്വിജതേ ചയ, ലോകം ഇയാളെയും ഉദ്വേജിപ്പിക്കുന്നില്ല. ചുറ്റും എന്തെങ്കിലും കാര്യം നടന്നു എന്ന് പറഞ്ഞാൽ അതിലാകെ സ്ട്രെസ്ഡ് ഔട്ടായി, ടെൻഷനായി, അയ്യോ എന്താ അങ്ങനെ പറഞ്ഞ ബഹളമൊന്നുമില്ല. വാട്ട് എവർ ഹാപ്പൻസ് അറൌണ്ട് ഹിം, ഹി ഈസ് നോട്ട് അഫക്റ്റഡ് ആൻഡ് ഹി ഡസന്റ് അഫക്ട് ദ വേൾഡ് അറൌണ്ട് ഹിം. സോ സംബഡി, നമ്മുടെ നാട്ടിൽ പോലെ അവനവന്റെ കാര്യം നോക്കി ഇരിക്കുക എന്ന് പറയില്ല, അതുപോലെ വെറുതെ ബാക്കിയുള്ളവരെയും ചുറ്റുള്ളവരെയും ദ്രോഹിക്കാതെ, അജിറ്റേഷൻസ് ഒന്നും ഇല്ലാതെ, ഹി ഈസ് അറ്റ് പീസ് ബൈ ഹിംസെൽഫ്. ഹി കനോട്ട് ബി അജിറ്റേറ്റഡ് ബൈ ദ വേൾഡ്, ഹി ഡസന്റ്
agitate the world. അപ്പോൾ കാരണം ചുറ്റും നമുക്ക് എപ്പോഴും എന്ത് അപ്സെറ്റ് ആവണമെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാരണമൊന്നും അന്വേഷിക്കണ്ട, റൈറ്റ്? പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ യു വിൽ ഫൈൻഡ് ഇനഫ് റീസൺസ് ടു ബി അപ്സെറ്റ്. അയാൾ എന്താ വാക്സിൻ എടുത്തില്ല, ഇയാൾ എന്താ ലോക്ക്ഡൌൺ അനുസരിച്ചില്ല. യു കെൻ ബി അപ്സെറ്റ് വിത്ത് സോ മെനി ഡിഫറെന്റ് വേസ്, റൈറ്റ്? പക്ഷെ അതൊന്നും ഇല്ലാതെ അറ്റ് പീസ് വിത്ത് ഹിംസെൽഫ്, ഇതൊന്നും ചെയ്യണ്ട എന്നല്ല പറയുന്നത് കേട്ടോ. സോ ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് നോട്ട് ബി സോഷ്യലി കോൺഷ്യസ്, യു ഷുഡ് നോട്ട് ഡു വാട്ട് ഇറ്റ് ഈസ്. ആരെങ്കിലും കൊണ്ടിട്ട് മാലിന്യം കൊണ്ട് സ്ഥലത്ത് തള്ളുമ്പം അതിനെക്കുറിച്ച് കൺസേൺഡ് അല്ല എന്നല്ല പറയുന്നത്. അതിൽ he reacts, but he reacts in a detached manner. It doesn't take it to heart. നമ്മൾ പലരും കണ്ടിട്ടില്ല അങ്ങനെ പെട്ടെന്ന് ദേഷ്യം വരും, നമ്മൾ അത് മനസ്സിലൊക്കെ വെച്ചിരിക്കുമ്പോൾ അവർ കൂളായിട്ട് കാര്യം പറഞ്ഞു പോയിട്ടുണ്ടാവും, റൈറ്റ്? സോ ദേ ക്യാൻ ഡീൽ വിത്ത് തിങ്സ് ഇൻ എ ഡിറ്റാച്ച്ഡ് മാനർ. എല്ലാം ചെയ്യും, ഇവരൊന്നും ആക്ഷൻസ് ചെയ്യാതിരിക്കുന്നില്ല. ദേ വിൽ ഡു ആക്ഷൻസ്. നമ്മൾ 4-ാമത്തെ അധ്യായത്തിലൊക്കെ പറഞ്ഞ പോലെ കർമ്മങ്ങൾ അവരിലൂടെ ഒഴുകുന്നുണ്ട്, കർമ്മങ്ങൾ അവരൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ദേ ഡോണ്ട് ഗെറ്റ് അജിറ്റേറ്റഡ് ബൈ ഇറ്റ്. ദേ ഡോണ്ട് ഫീൽ ഞാനാണ് ഇവിടുത്തെ പരിസര മലിനീകരണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന ഏറ്റവും വലിയ ആള് ഞാനാണ് എന്നുള്ള ഭാവം അവർക്കുണ്ടാവില്ല. ഞാൻ കാരണമാണ് ആൾക്കാർ ഇവിടെ കച്ചറ എറിയൽ നിർത്തിയത് എന്നുള്ള തോന്നലും അവർക്കുണ്ടാവില്ല. ചെയ്യാനുള്ളത് അവർ ചെയ്തിട്ടുണ്ടാവും. സോ അങ്ങനെ ഫ്രീഡ് ഫ്രം ഓൾ യൂഷ്വൽ കോസസ്, ജോയ് ഇല്ല, എൻവി ഇല്ല, ഫിയർ ഇല്ല, ആങ്കർ ഇല്ല, ആൻസൈറ്റി ഇല്ല, ഡിസ്ട്രസ്റ്റ് ഇല്ല, ഇങ്ങനെയുള്ള നെഗറ്റീവ് ഇമോഷൻസിനെ ഒക്കെ ഓവർകം ചെയ്യാനുള്ള കൺട്രോൾ. പക്ഷെ ഇത് എവിടുന്നാ വരുന്നത്? നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി അഭ്യാസത്തിൽ നിന്നാണ് വരുന്നത്, റൈറ്റ്? പ്രാക്ടീസ് നിന്നാണ് വരുന്നത്. മൈൻഡ് കൺട്രോൾ ചെയ്യാൻ പഠിച്ചത് കൊണ്ടാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഈസ് വെറും പൂർണ്ണമായി, അതാണ് നമ്മൾ നേരത്തെ ഇതിൽ പറഞ്ഞു. ഇതിനു മുമ്പുള്ള 12-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു, ശ്രേയോഹി ജ്ഞാനം അഭ്യാസാ ജ്ഞാനാധ്യാനം വിശിഷ്യതേ. ജ്ഞാനം, യു നോ തിങ്സ്, നിനക്ക് നോളജ് ഉണ്ട്, പക്ഷെ നോളജിനേക്കാളും ധ്യാനം വിശിഷ്യതേ. പക്ഷെ ഈ നോളജിനെ നിങ്ങൾ അനുഭവമാക്കുന്നത് അഭ്യാസത്തിലൂടെ, ധ്യാനത്തിലൂടെയാണ്. അതുകൊണ്ടാണ് നോളജ് ഇസ് ഗ്രേറ്റ്, ഈ അറിവ് വേണം. പക്ഷെ അറിവ് അനുഭവമായില്ലെങ്കിൽ അറിവിന് ഗുണമില്ല. അതുകൊണ്ടാണ് ധ്യാനം വിശിഷ്യം എന്ന് പറയുന്നത്. ആ ധ്യാനത്തിന്റെ ഗുണങ്ങളാണ് ഇത് പറഞ്ഞു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ വേണം എന്ന് പറയുമ്പോൾ ഹൗ ഡു ഐ ബിക്കം ഹാപ്പി? ഹൗ ഡു യു ബിക്കം ഹാപ്പി? അപ്പൊ ഹോൾ വേദാന്ത പറയുന്നത് തന്നെ എങ്ങനെ സന്തോഷമായിട്ടിരിക്കുക എന്നുള്ളതാണ് വേദാന്തം മുഴുവൻ, റൈറ്റ്? ചിന്മയ മിഷനിൽ പറയുന്നത് ചിന്മയ മിഷന്റെ ഗോൾ ഇസ് ടു മേക്ക് as many people as happy as they can, right? Or maximum happiness to maximum people. അപ്പൊ എങ്ങനെ ഹാപ്പി ആവാം എന്നുള്ള, പക്ഷെ അതിനെന്താ വേണ്ടത്? എങ്ങനെ ഹാപ്പി ആവാം എന്നുള്ളതിന് നമ്മുടെയൊക്കെ കോൺസെപ്റ്റിൽ ഒരു ഹാപ്പിനെസ് ഉണ്ട്. എനിക്ക് കിട്ടുന്ന ഹാപ്പിനെസ്, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ഹാപ്പിനെസ് ഈസ് ഓൾ ബേസ്ഡ് ഓൺ മൈ പൊസഷൻസ്. എനിക്ക് ഇതുണ്ട്, അതുകൊണ്ട് എനിക്ക് സന്തോഷം. എനിക്ക് ഇത് കിട്ടി, അതുകൊണ്ട് എനിക്ക് സന്തോഷം. ആരോ എന്നെ പുകഴ്ത്തി, അതുകൊണ്ട് എനിക്ക് സന്തോഷം, റൈറ്റ്? അപ്പൊ എന്റെ സന്തോഷം ഇസ് ഓൾ ഡിഫൈൻഡ് ബൈ വാട്ട് ഐ ഗെറ്റ് ഫ്രം മൈ എക്സ്റ്റേണൽ സോഴ്സസ്. ഐ എം ഓൾവേസ് എക്സ്ട്രോവേർട്ടഡ്. പുറത്തേക്ക് നോക്കി ഇരുന്നിട്ട് അവിടുന്ന് ഞാൻ സന്തോഷം പ്ലക്ക് ചെയ്യാണ്. ഒരു തൊടിയിൽ നോക്കി ഇരുന്നിട്ട് മാങ്ങ എപ്പോഴാണ് വീണ, സന്തോഷം മാങ്ങ എടുക്കാൻ ഓടുന്ന ഒരു കുട്ടിയെ പോലെയാണ്. മാങ്ങ വീണില്ലെങ്കിൽ സങ്കടവും, മാങ്ങ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും മാങ്ങ എടുത്തോണ്ട് പോയാൽ സങ്കടവും, ആ മാങ്ങ കിട്ടുമെന്ന് വിചാരിച്ച മാങ്ങ കിട്ടിയില്ലെങ്കിൽ സങ്കടവും. അപ്പൊ നമുക്ക് ഇതൊക്കെ എക്സ്ട്രാ, പക്ഷെ ഇതൊക്കെ ഉള്ളിൽ തന്നെയാണ് എന്നുള്ള അറിവാണ് വേദാന്തം പഠിപ്പിച്ചു തരുന്നത് മുഴുവൻ. അപ്പൊ ഈ സന്തുഷ്ട സതതം എന്നൊക്കെ പറയുന്നത് എങ്ങനെ അവനവന്റെ ഉള്ളിൽ തന്നെ സന്തോഷം കണ്ടുപിടിക്കാം, എങ്ങനെ. അപ്പൊ അതിനെന്താ വേണ്ടത്? മനസ്സ് ശാന്തമാവണം, മനസ്സ് സിംഗിൾ പോയിന്റഡ് ഫോക്കസ്ഡ് ആവണം. അപ്പൊ അതൊക്കെ തിരിച്ചു വരുന്നത് ഈ അജിറ്റേഷൻസും ഇറിറ്റേഷൻസും ഒന്നും ഇല്ലാതെ ആവുന്നത് ഈസ് വെൻ യു ഹാവ് പ്രാക്ടീസ്ഡ് അഭ്യാസം അല്ലെങ്കിൽ ധ്യാനം എന്നുള്ള ഐഡിയ. അല്ലെങ്കിൽ ഇറ്റ് വിൽ റിമെയിൻ മിയർ ബുക്കിഷ് നോളജ്. നമുക്ക് പറഞ്ഞു കൊടുക്കാനൊക്കെ നല്ല രസമായിരിക്കും, പക്ഷെ നമുക്ക് അത് അനുഭവത്തിൽ വന്നിട്ടുണ്ടാവില്ല. ഇതാണ് മഹാന്മാര് പറയുന്നത്, അനുഭവത്തിൽ വന്ന മഹാന്മാര് പറയുന്നത് അങ്ങനെയാണ്. ഹർഷാമർഷ ഭയോദ്വേഗൈർ മുക്തോ യസച മേ പ്രിയ. ഹർഷ സന്തോഷം, അമർഷം ആങ്കർ ദേഷ്യം, സന്തോഷവും ദേഷ്യവും ഉദ്വേഗം ആൻസൈറ്റി, ഇതൊക്കെ മുക്തോ, ഇതിൽ നിന്നൊക്കെ മുക്തനായിട്ടുള്ള ആൾ ആരാണോ യസച മേ പ്രിയ, അവനാണ് എനിക്ക് ഏറ്റവും പ്രിയങ്കരനായിട്ടുള്ളവൻ. അപ്പൊ ഇവിടെയും എത്ര ക്വാളിറ്റീസ് പറഞ്ഞു? യസ്മാനോദ്വേജിതേ ലോകോ, ഉദ്വേഗമില്ല, ഹർഷമർഷ ഭയ ഉദ്വേഗ മുക്ത. അപ്പൊ 3 ക്വാളിറ്റീസും കൂടെ പറഞ്ഞു. ഹർഷമർഷ ഉദ്വേഗ മുക്ത. അപ്പൊ കംപ്ലീറ്റ്ലി ഫ്രീ ഫ്രം എൻവി, ഇതൊക്കെ. അപ്പൊ അങ്ങനെയുള്ള ആള് ആണ് ഡിയർ ടു മീ. അപ്പൊ കഴിഞ്ഞതിൽ പറഞ്ഞു എങ്ങനെയുള്ള ആളാണ് ഡിയർ.
അദ്വേഷ്ട സർവഭൂതാനം ആ 11 ഇതിലുള്ളതിൽ മയ്യർപ്പിത മനോബുദ്ധർ യോബത് ഭക്ത സമയപ്രിയ അങ്ങനെയുള്ള ഭക്തനാണ് എനിക്കിഷ്ടം. ഇവിടെ ഹർഷമർഷ ഉദ്വേഗം ഒന്നും ഇല്ലാത്ത ഭക്തനെയാണ് എനിക്കിഷ്ടം. അപ്പൊ ഇഷ്ടമുള്ള ഭക്തന്മാരുടെ ഓരോ ക്വാളിറ്റീസ് പറഞ്ഞു ഓൾ ടുഗദർ 36 ക്വാളിറ്റീസ് ആണ് പറയുന്നത്. അനപേക്ഷ ശുചിർദക്ഷ ഉദാസീനോ ഗതവ്യതഃ സർവാരംഭ പരിത്യാഗി യോ മദ്ഭക്ത സമേ പ്രിയ. അടുത്ത സെക്ഷൻ. ഇനി ഇത് വേറൊരു ഡിഫറെന്റ് കോൺസെപ്റ്റ്. ആദ്യം ദേഷ്യം, മെന്റൽ ആട്രിബ്യൂട്ട്സ് ഒക്കെ പറഞ്ഞു, പിന്നെ ഭയം, ഉദ്വേഗം. ഇവിടെ എക്സ്പെക്ടേഷൻസും ഒരു ഫ്രം എ റിനൗൺസിയേഷൻ പോയിന്റ് ഓഫ് വ്യൂ എന്തൊക്കെയാണെന്നുള്ളത്. സോ അനദർ സെക്ഷൻ. പെർഫെക്റ്റ് ഡിവോട്ടി എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അനപേക്ഷ, അപേക്ഷ. ഒരാളോട് ഞാൻ അപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ അയാളെ ഡിപ്പെൻഡ് ചെയ്യുക എന്നല്ല അർത്ഥം. റൈറ്റ്? അപേക്ഷിക്കുന്ന ഒരാളോട് ഞാൻ requesting somebody, I am depending on him. അനപേക്ഷ, no dependence, free from dependence. ഒരാളിലും ഒരു സാധനത്തിലും ഒബ്ജക്ട്സ് ഓഫ് ദ വേൾഡിലോ ആളുകളിലോ സാധനങ്ങളിലോ ഒരു ഡിപ്പെൻഡൻസും ഇല്ലാത്ത, അവര് തമ്മിലുള്ള റിലേഷൻഷിപ്പിലെ ഡിപ്പെൻഡൻസ് ഒന്നും ഇല്ലാതെ, പക്ഷെ റിലേഷൻഷിപ്പുകളെയൊക്കെ മാനിക്കുന്നുണ്ട്. പക്ഷെ ആ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലേ ഞാനുള്ളൂ, എനിക്ക് സന്തോഷമുള്ളൂ എന്നുള്ള തോന്നലില്ലാതെ, റിലേഷൻഷിപ്പിലൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ, ഇൻഡിപെൻഡന്റ് ഓഫ് ദ വേൾഡ് ഔട്ട്സൈഡ്. അനപേക്ഷ. ശുചി, ക്ലീൻ, പ്യുവർ. അത് ബോത്ത് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ പ്യൂരിറ്റി. ശുചി പ്യുവർ ആണ്, അപ്പം ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി പ്യുവർ. അപ്പം ഭഗവാൻ ഒരിക്കലും പറയണില്ല നീ ഒരു യോഗിയല്ലേ, അപ്പൊ കുളിക്കൊന്നും വേണ്ട, ശരീരം ഒന്നും വൃത്തിയാക്കണ്ട, ഉടുത്ത മുണ്ടൊന്നും മാറ്റണ്ട, വൃത്തി അങ്ങനെയാണെങ്കിൽ നടന്നോ എന്ന് ഭഗവാൻ പറയുന്നില്ല. ശുചിയായിട്ടിരിക്കണം, ക്ലീൻ ആയിട്ടിരിക്കണം, ബിക്കോസ് യു സ്റ്റിൽ ലിവിംഗ് ഇൻ എ സൊസൈറ്റി, റൈറ്റ്? ഇത് പറയുന്ന മുഴുവൻ സമൂഹത്തിൽ ജീവിക്കുന്ന ഒരാളെ കുറിച്ചാണ്. വേറെ സമൂഹത്തിൽ നിന്നൊക്കെ അകന്ന് ഒറ്റയ്ക്ക് ജീവിക്കുന്നില്ല. ഇതൊക്കെ നമ്മളെ പോലെ ലിവിങ് വൈൽ യു ഡൂയിങ് ആക്ഷൻസ് ചെയ്യുന്ന ഒരാൾക്ക് വേണ്ടി പറയുന്നതാണ്. അപ്പോൾ ശുചിയായിട്ടിരിക്കണം, ഷുഡ് ബി ക്ലീൻ ബോത്ത് ഇന്റേണലി ആൻഡ് എക്സ്റ്റേണലി. കാരണം വിത്തൗട്ട് എക്സ്റ്റേണൽ പ്യൂരിറ്റി ഇന്റേണൽ പ്യൂരിഫിക്കേഷൻ വളരെ ബുദ്ധിമുട്ടാണ്. നമ്മുടെ ശാസ്ത്രങ്ങളൊക്കെ പറയുന്നത്. അതിനാണ് എല്ലാ പൂജകൾക്കും മുമ്പ് കുളിക്കുക. ഗുരുവായൂർ അമ്പലത്തിലൊക്കെ മേൽശാന്തി 36 പ്രാവശ്യം മറ്റേ മുങ്ങും ഒരു ദിവസം, റൈറ്റ്? ഓരോ പൂജയ്ക്ക് മുമ്പും. ഈവൻ ദോ അതൊരു ഒരു റിച്വലിസ്റ്റിക് ഇതിലാണെങ്കിലും ദി ഐഡിയ ഈസ് യു കനോട്ട് ബി ഇന്റേണലി പ്യുവർ ഇഫ് യു ഡോണ്ട്. കാരണം ഇന്റേണൽ പ്യൂരിറ്റി ഈസ് നോട്ട് സംതിങ് ദാറ്റ് യു ക്യാൻ കൾട്ടിവേറ്റ് ഇൻസ്റ്റന്റേനിയസ്ലി. നമുക്ക് തന്നെ ആലോചിച്ചില്ലേ, വളരെ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഒന്ന് കുളിച്ചാൽ നമുക്ക് തന്നെ മനസ്സിന് സുഖം കിട്ടില്ലേ, റൈറ്റ്? സോ ഇറ്റ്സ് ദാറ്റ് സെയിം ഐഡിയ, റൈറ്റ്? വെൻ യു ആർ എക്സ്റ്റേണലി പ്യുവർ you get some kind of peace within, and there is a body mind connection എന്നൊക്കെ പറയുന്ന പോലെ. So അത് he's not overemphasizing, but he's saying that ശുചി ആയിരിക്കണം both externally and internally. ശുചിർ ദക്ഷ. ദക്ഷ is alert ആയിരിക്കണം എപ്പോഴും, always alert, mentally agile, intellectually vigorous. അപ്പം ഇവിടെയും നമുക്ക് എന്തുകൊണ്ടാണ് അലേർട്ട് ആയിരിക്കണം എന്ന് പറയുന്നത്? നമ്മൾ ഇത് പറയുന്നത് മുഴുവൻ ഫീൽഡ് ഓഫ് ആക്ഷനിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ഒരാൾക്കാണ്. ആൻഡ് അലേർട്ട്നെസ് ഇസ് ഗുഡ് ഇൻ എനി സ്ഫിയർ ദാറ്റ് യു ആർ വർക്കിംഗ്, റൈറ്റ്? നമ്മൾ വർക്ക് ചെയ്യുന്ന ഏത് സ്ഫിയറിലും നമ്മൾ ചെയ്യുന്ന ആക്ഷൻസിൽ അലേർട്ട്നെസ് ഇസ് ഗുഡ്. സോ ടു ബി ഏബിൾ ടു പിക്ക് അപ്പ് തിങ്സ്, നമ്മൾ വളരെ ശ്രദ്ധാലുവായിട്ടിരിക്കുക, അല്ലാതെ മടി പിടിച്ച് അശ്രദ്ധനായിട്ടിരിക്കരുത്. യു ഷുഡ് ഓൾവേസ് ബി അലേർട്ട്. സോ അഗൈൻ ഇതൊക്കെ ഭക്തന്റെ ലക്ഷണമാണെങ്കിലും സാധാരണക്കാരനും വളരെ ഉപയോഗിക്കാവുന്ന, നിത്യജീവിതത്തിൽ നല്ലോണം ഉപകരിക്കുന്ന ലക്ഷണങ്ങളാണ്. And then അനപേക്ഷ, ശുചിർ, ദക്ഷ, ഉദാസീനോ ഗതവ്യത. ഉദാസീൻ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഉദാസീൻ എന്ന് പറഞ്ഞാൽ ഒരു ഉദാസീന ഭാവത്തിൽ ഇരിക്കുന്നു, അതല്ല. ഇവിടെ ഉദാസീൻ എന്ന് പറയുമ്പോൾ അൺകൺസേൺഡ് അബൌട്ട് വാട്ട് ഹാപ്പൻസ് അറൌണ്ട് ഹിം, റൈറ്റ്? സോ ദാറ്റ് ഡസന്റ് ഇറിറ്റേറ്റ് ഹിം. നേരത്തെ പറഞ്ഞ മാതിരി ഉദ്വേഗമില്ലാതുള്ള അവസ്ഥ, റൈറ്റ്? അപ്പൊ ഉദാസീനത, ഉദ്വേഗമില്ലാതുള്ള അവസ്ഥ, അൺകൺസേൺഡ് ആറ്റിറ്റ്യൂഡ്, വിച്ച് മീൻസ് നമ്മൾ അൺകൺസേൺഡ് ആവുമ്പോൾ എന്താവും? യു സേവ് യുവർ മെന്റൽ എനർജീസ്, റൈറ്റ്? നമ്മുടെ മെന്റൽ എനർജീസ് ഡിസിപ്പേറ്റ് ചെയ്ത് പോകുന്നത് എവിടെയാണ്? ഏറ്റവും കൂടുതൽ വറീസ്, കറക്റ്റ്? വറീസ് അബൌട്ട്, ആൻഡ് വറീസ് എന്താണ്? രണ്ട് കാര്യത്തിന്. there is absolutely no worry in the present. There is worry only with respect to regrets about the past and anxieties about the future. Present, right at this moment, I have no worry. Right? I cannot have any worry because at this moment I am doing something, I am involved in doing something, I am just doing it to the best of my ability. I cannot have any worries. Worry concerns വരുന്നത് what I am thinking about in the future. Being anxious about the future. എന്താവും? അതില്ലാതിരിക്കാനാണ് നേരത്തെ പറഞ്ഞു കർമ്മഫലത്യാഗം, റൈറ്റ്?
ആൻസൈറ്റി അബൌട്ട് ദ ഫ്യൂച്ചർ ഒഴിവാക്കാനുള്ള ഏറ്റവും നല്ല വഴി കർമ്മഫലത്യാഗം. ആൻഡ് ദെൻ റിഗ്രറ്റ്സ് അബൌട്ട് ദ പാസ്റ്റ് ഇസ് ഗോൺ, ദർ ഇസ് നോ പോയിന്റ് ഇൻ റിഗ്രറ്റിംഗ് അബൌട്ട് ഇറ്റ്. അതുകൊണ്ട് റിഗ്രറ്റ്സ് അബൌട്ട് ദ പാസ്റ്റും പറ്റില്ല. സോ അതുകൊണ്ട് ഉദാസീന എന്ന് പറയുമ്പോൾ അൺകൺസേൺഡ് about the results of what you're doing now, unconcerned about എന്താണ് നടന്നത് എന്നുള്ളത്. അപ്പൊ പാസ്റ്റിലും ഫ്യൂച്ചറിലും ഉള്ള കൺസേൺസ് ഇല്ലാതിരിക്കുക എന്നുള്ളതാണ് ഉദാസീന ഭാവം. ഗതവ്യഥ, ഉദാസീനോ ഗതവ്യഥ. വ്യഥ സങ്കടങ്ങള്, ദുഃഖങ്ങള്, അജിറ്റേഷൻസ് ഒക്കെ. ഗതവ്യഥ, അജിറ്റേഷൻസ് ഒക്കെ പോയി. അടുത്താണ് ഏറ്റവും മനോഹരമായിട്ട് ഭഗവാൻ, ഇത് വെരി മിസ്അണ്ടർസ്റ്റുഡ് ഓൾസോ, സർവാരംഭ പരിത്യാഗി. എല്ലാ ആരംഭങ്ങളെയും ത്യജിക്കുന്നവൻ, എല്ലാ തുടക്കങ്ങളെയും ത്യജിക്കുന്നവൻ. അപ്പൊ എളുപ്പത്തിൽ പറയാം, തുടക്കമില്ലാതെ ഒന്നും തുടങ്ങില്ല. അപ്പൊ തുടക്കം ത്യജിക്കുന്നവൻ ഒന്നും ചെയ്യാത്തവനാണ് എന്ന് പറയാം നമുക്ക്, റൈറ്റ്? അപ്പൊ ഒന്നും ചെയ്യാതെ മടി പിടിച്ചിരിക്കുന്നവനെയാണ് എനിക്ക് ഇഷ്ടം എന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് ഇന്റർപ്രറ്റ് ചെയ്യാം. സർവാരംഭ പരിത്യാഗിയല്ലേ, ഒന്നും തുടങ്ങിയിട്ടില്ല, എന്തെങ്കിലും തുടങ്ങിയാലല്ലേ ബാക്കി ചെയ്യണ്ടു. ഒന്നും തുടങ്ങാത്ത ആള് വെരി ഹാപ്പി. സർവാരംഭ പരിത്യാഗി, മടി പിടിച്ച് വീട്ടിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ വെറുതെ മുന്നിൽ ഇരിക്കണവനെ എനിക്കിഷ്ടമാണെന്ന് ഭഗവാൻ പറഞ്ഞു എന്ന് പറയാം. ബട്ട് സർവാരംഭ പരിത്യാഗി ഇസ് ടു എൻഡ് ഓൾ ബിഗിനിങ്സ്, റൈറ്റ്? എല്ലാ ആരംഭങ്ങളെയും അവസാനിക്കുക എന്ന് പറയുമ്പോൾ എവിടെ നിന്നാണ് എല്ലാം ആരംഭിക്കുന്നത്? ഞാനൊരു കാര്യം ചെയ്യുന്നു എന്ന ആരംഭം എവിടെയാണ്? എൻ്റെ ഈഗോയിലല്ലേ, റൈറ്റ്? ആരംഭം ഒരു സാധനത്തിന്റെ, ഒരു ചെയ്യുന്ന കാര്യത്തിന്റെ ആരംഭം, ഐ എം എ ഡൂവർ എന്നുള്ളത് ആദ്യം നമ്മൾ നേരത്തെ ഇത് പറഞ്ഞിട്ടുണ്ട്. ഇതൊരു തോട്ട് വരുന്നു, ആ തോട്ട് ആക്ഷൻ ആയിട്ട് മാറുമ്പോൾ അതൊരു ആക്ടർ ഉണ്ടാവുന്നു. ആ ആക്ഷൻ, ഇത് നമ്മുടെ കാര്യത്തിൽ സ്വയം ആണെങ്കിൽ ആ ആക്ടർ ഞാൻ തന്നെയാണ്, ഞാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളൊരു ഭാവം വരുന്നു. അങ്ങനെ വരുമ്പം സർവാരംഭ പരിത്യാഗി എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഡ്രോപ്പ് യുവർ ഈഗോ, റൈറ്റ്? സോ ചെയ്യരുത് എന്നല്ല ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്, ചെയ്യുന്നതിലുള്ള ഞാനാണ് ചെയ്തത് എന്ന്, അല്ലെങ്കിൽ ഞാനാണ് ചെയ്യുന്നത് എന്ന് ചെയ്യുന്നതിന് മുമ്പ് വരുന്ന ആ ബോധത്തിനെ മാറ്റണം. അപ്പൊ ആരംഭം ഇസ് നോട്ട് ദി സ്റ്റാർട്ട് ഓഫ് ദി ആക്ഷൻ ബൈ ഇറ്റ് സെൽഫ്. ആരംഭം ഈസ് ദ തോട്ട് ഈവൻ ബിഫോർ ദി ആക്ഷൻ വിച്ച് ടെൽസ് യു ദാറ്റ് ഐ ആം ദ ഡൂവർ. അപ്പൊ ഈ സർവാരംഭ പരിത്യാഗി എന്ന് പറയുമ്പോൾ ഞാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഞാനാണ് ഇത് ചെയ്യുന്നത് എന്നുള്ള തോന്നൽ വരുന്നില്ലേ, ആ തോന്നലിനെ മാറ്റണം. അതാണ് ആരംഭം. എന്നിട്ടേ ആക്ഷൻ വരുന്നുള്ളൂ. ആ ആരംഭത്തിനെ മാറ്റണം. അങ്ങനെ വിച്ച് മീൻസ് ഈഗോയിസ്റ്റിക് നേച്ചർ ഓഫ് മീ ബീങ് ദ ഡൂവർ എന്നുള്ള ചിന്ത മാറ്റണം. അപ്പൊ ആ സർവാരംഭ പരിത്യാഗി, അങ്ങനെയുള്ള ആള് യോമദ്ഭക്ത സമയപ്രിയ, അങ്ങനെയുള്ള ഭക്തനെയാണ് എനിക്കിഷ്ടം. അപ്പൊ ഇവിടെയും കുറച്ചുകൂടെ ക്വാളിറ്റീസ് പറഞ്ഞു. ഇനി ഫ്യൂ മോർ സ്ട്രോക്സ്, ഫ്യൂ മോർ ക്വാളിറ്റീസ്. യോ ന ഹർഷ്യതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമേ പ്രിയ. യോ ന ഹർഷ്യതി ന ദ്വേഷ്ടി, neither rejoices nor hates. സന്തോഷം, അമിതമായ സന്തോഷമില്ല, ആരോടും ദേഷ്യമില്ല. അദ്വേഷ്ട സർവഭൂതാനാം നേരത്തെ പറഞ്ഞു, അതുപോലെ യോ ന ദ്വേഷതി. അപ്പം ദേഷ്യം എന്തിനോടാണ് വരിക? അൺഡിസൈറബിൾ സർക്കംസ്റ്റാൻസസ്, നമുക്ക് ഇഷ്ടമില്ലാത്ത, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത എന്തോ വന്നു, അല്ലെങ്കിൽ നമുക്ക് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ഹാസ് സംതിങ് ദാറ്റ് ഹാപ്പൻ, സംതിങ് ദാറ്റ് യു ഡിഡ് നോട്ട് ലൈക്ക്. അങ്ങനെയുള്ള കാര്യങ്ങളോട് നിർമ്മമത ഉണ്ടാവുക. ന ശോചതി ന കാംക്ഷതി. ന ശോചതി, സങ്കടപ്പെടലിൽ, നോ ഗ്രീവിങ്. നോ ഗ്രീവിങ് എന്ന് പറയുമ്പോൾ വിചാരിക്കും അപ്പൊ ഹാർട്ട്ലെസ് ആളാണ്. ബിക്കോസ് ഗ്രീഫ് ഇസ് സപ്പോസ് ടു ബി എൻ ഇമോഷൻ, ഹാർട്ടിന്റെ, റൈറ്റ്? അപ്പൊ ഗ്രീഫ് ഇല്ല, ഒരു സങ്കടവും ഇല്ല എന്ന് പറയുമ്പോൾ ഹാർട്ട്ലെസ് ആണെന്ന് വിചാരിക്കും. അതല്ല, സങ്കടമില്ല എന്ന് പറയുമ്പോൾ എന്തിനാണ് സങ്കടം വരിക? അപ്പൊ എല്ലാം ഈ എല്ലാ പോയിന്റ്സും ആർ ടേക്കിംഗ് യു വൺ സ്റ്റെപ്പ് ബാക്ക് ടു ദ സോഴ്സ് ദാൻ വാട്ട് വി തിങ്ക്. എന്തുകൊണ്ടാണ് നമുക്ക് സങ്കടം വരിക? ആ സാധനമായിട്ട്, ഒരു സാധനം നഷ്ടപ്പെടുമ്പോൾ നമുക്ക് സങ്കടം വന്നു. എൻ്റെ സ്വർണ്ണമാല പോയി, എനിക്ക് സങ്കടം വന്നു. ഞാൻ ആ സ്വർണ്ണമാലയോട് അറ്റാച്ച്ഡ് ആയിരുന്നുകൊണ്ടല്ലേ. അപ്പം ഈ ശോചതി എന്ന് പറയുന്നത് അറ്റാച്ച്മെന്റ് ഇല്ലാതെയാവുക, ഡിറ്റാച്ച്മെന്റ് എന്നുള്ള ഐഡിയയിലേക്ക് നമ്മൾ കൂടുതൽ ഇൻവോൾവ് ആയി. അത് പക്ഷെ ദാറ്റ് ഡസ് നോട്ട് മീൻ യു ഡോണ്ട് ഷോ എംപതി, യു ഡോണ്ട് ഷോ സിംപതി, യു ഡോണ്ട് ഷോ ലവ്. അതൊക്കെ ഉണ്ട്. പക്ഷേ
എനിക്കുള്ള പൊസഷൻസ് കൊണ്ടാണ് എനിക്ക് സുഖവും സന്തോഷവും എന്നുള്ള ബോധം ഞാൻ ഉപേക്ഷിച്ചു. ഈ പൊസഷൻസ് ഒന്നും സുഖവും സന്തോഷവും തരുന്നില്ല, ശാശ്വതമായ സുഖവും സന്തോഷവും തരുന്നില്ല. തരുകയാണെങ്കിലും അത് ഫ്ലീറ്റിംഗ് മൊമെന്റ്സിലേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ശാശ്വതമായ സുഖം കിട്ടില്ല എന്നുള്ള ധാരണ ഉണ്ടായിട്ട് ഡിറ്റാച്ച്ഡ് ആയിരിക്കുക. സോ ദാറ്റ് ദുഃഖിക്കേണ്ട ആവശ്യമില്ല, ശോചിക്കേണ്ട ആവശ്യമില്ല. ന കാംക്ഷതി, ആരുടെ കയ്യിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കുന്നുമില്ല. ഇന്നത് കിട്ടും എന്ന് പറഞ്ഞിട്ടല്ല ഒരു യഥാർത്ഥ ഭക്തൻ അല്ലെങ്കിൽ യഥാർത്ഥ സ്ഥിതപ്രജ്ഞൻ ഒരു കാര്യം ചെയ്യുന്നത്. എന്ത് കിട്ടും ഇതിൽ നിന്ന്, വാട്ട് ഈസ് ഇൻ ഇറ്റ് ഫോർ മീ എന്നുള്ളൊരു ചിന്ത അയാൾക്ക് ഉണ്ടാവുന്നേ ഇല്ല. ബിക്കോസ് മീ എന്നുള്ള ബോധം പോയി കഴിഞ്ഞു. മീ ആസ് എൻ ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ഹാവിംഗ് ടു ബെനിഫിറ്റ് സംതിങ് ഫ്രം ദിസ് ആക്ഷൻ എന്നുള്ള ബോധം പോയി കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ആ ഒരു ചിന്തയും ഇല്ല. സോ നെയ്തർ ഗ്രീവ്സ് ന ശോചതി ന കാംക്ഷതി. ശുഭാശുഭ പരിത്യാഗി, ശുഭം അശുഭം, ഗുഡ് ബാഡ് രണ്ടും റിജക്ട് ചെയ്തു. സന്തോഷം വന്നാലും നല്ലത് വന്നാലും അമിത സന്തോഷമില്ല, ചീത്ത വന്നാലും അമിത ദുഃഖമില്ല, ദുഃഖം വന്നാലും സന്തോഷം വന്നാലും ഇക്വാനിമസ് ആയിട്ട് ഈക്വൽ ആയിട്ട്. ഇതും സ്ഥിതപ്രജ്ഞന്റെ ലക്ഷണത്തിലെ 2-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞ കാര്യമാണ്. ശുഭവും അശുഭവും ഒക്കെ ത്യജിച്ചു കഴിഞ്ഞു. ബിക്കോസ് ബിയോണ്ട് സുഖവും ദുഃഖവും ആയി. ബിക്കോസ് ദ ഇറ്റേണൽ നേച്ചർ ഇസ് ബിയോണ്ട് സുഖം ആൻഡ് ദുഃഖം. അത് മനസ്സിനെ കണ്ടീഷൻ ചെയ്ത് എടുത്തു. അങ്ങനെ സുഖം വരുമ്പോഴും ദുഃഖം വരുമ്പോഴും ഓവറായിട്ട് അതിൽ ഇൻഡൾജ് ചെയ്യാതിരിക്കാനുള്ള കണ്ടീഷനിങ് വന്നു. അപ്പൊ ഇതിലെ 6 ക്വാളിറ്റീസും കൂടിയായി. ന ഹർഷതി ന ദ്വേഷ്ടി ന ശോചതി ന കാംക്ഷതി ശുഭാശുഭ പരിത്യാഗി ഭക്തിമാന്യ സമയപ്രിയ. അങ്ങനെയുള്ള ഭക്തിമാനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഇനി അടുത്ത 2 ഒരുമിച്ച് ചെയ്യാം നമുക്ക്. സമശത്രോ ച മിത്രേ ച തദാ മാനാപമാനയോഃ ശീതേ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിതാഃ തുല്യനിന്ദാ സ്തുതിർമൗനി സന്തുഷ്ടോ യേന കേനചിത് അനികേത സ്ഥിരമധിർ ഭക്തിമാൻ മേ പ്രിയോ നരാഃ. സമശത്രോ ച മിത്ര, ശത്രുക്കളും മിത്രങ്ങളും ഒരേപോലെ. നോ ഡിഫറൻസിയേഷൻ ബിറ്റ്വീൻ എനിബഡി. നേരത്തെ തുല്യ, എല്ലാവരും ഈക്വൽ ആകുമ്പോൾ അദ്വൈതത്തിലേക്ക് നമ്മൾ കുറേശ്ശെ ഹയർ ലെവലിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും തുല്യമാണ്. ശത്രു മിത്രം, ഇഷ്ടമുള്ളത് അനിഷ്ടമുള്ളത് അങ്ങനെയൊന്നുമില്ല. കാരണം ഇവിടെ പറഞ്ഞ ശത്രു മിത്രം, ഈ ശത്രുഭാവവും മിത്രഭാവവും എവിടെയാ വരിക? മനസ്സിലല്ലേ. വിദ്വേഷം മനസ്സിലല്ലേ വരിക, സ്നേഹവും മനസ്സിലല്ലേ വരിക. അപ്പൊ മനസ്സിന് ഡുവാലിറ്റി ഇല്ല, റൈറ്റ്? ശത്രു മിത്രു ഇല്ല എന്ന് പറയുമ്പോൾ മനസ്സിൽ ഡുവാലിറ്റി ഇല്ല. സമശത്രോച മിത്രേച. ഇനി അടുത്ത് നോക്കൂ, തഥാ മാന അപമാന. മാനത്തിലും അപമാനത്തിലും ഡിഫറൻസ് ഇല്ല. ആരെങ്കിലും എന്നെ വളരെയധികം പുകഴ്ത്തിയാലും ആരെങ്കിലും എന്നെ വളരെ അപമാനിച്ചാലും എനിക്ക് ഒരു വ്യത്യാസവും ഇല്ല. ആ മാനവും അപമാനവും നമുക്ക് എവിടെയാ വരിക? നമ്മുടെ ബുദ്ധിയിലല്ലേ, അത് ഇന്റലക്റ്റിലല്ലേ. ഞാൻ ഇന്നതാണ്, എന്നെ ഒരാൾ പുകഴ്ത്തുമ്പം എന്നെ അവർ പുകഴ്ത്തുന്നത്, ഇറ്റ്സ് മൈ ബുദ്ധി ദാറ്റ് ഈസ് ഗെറ്റിംഗ് എക്സൈറ്റഡ്. ആരെങ്കിലും എന്നെ അപമാനിക്കുമ്പോൾ ഇറ്റ് ഈസ് മൈ ബുദ്ധി ദാറ്റ് ഈസ് ഗെറ്റിംഗ് റിജക്റ്റഡ്, കറക്റ്റ്? അപ്പൊ ഇത് മാനാപമാനം ആർ ക്വാളിറ്റീസ് ഓഫ് ഇന്റലക്ട്. ഇന്റലക്ട് ഇസ് ഇക്വിപ്പോയ്സ്ഡ്. ഇന്റലക്റ്റിനും ഡുവാലിറ്റി ഇല്ല. സോ ശത്രുമിത്രം മനസ്സിന് ഡുവാലിറ്റി ഇല്ല, മാനാപമാനം ഇന്റലക്റ്റിന് ഡുവാലിറ്റി ഇല്ല. ശീതോഷ്ണ സുഖ ദുഃഖേഷു. ശീത ഉഷ്ണം എവിടെയാണ്? ശരീരത്തിനാണ് ശീതവും ഉഷ്ണവും, അല്ലെ? മനസ്സിനും ഇന്റലക്റ്റിനും ഉഷ്ണമില്ലല്ലോ. സ്വാമി ചിന്മയാനന്ദൻ എപ്പോഴും പറയും, ആർട്ടിക്കിൽ പോയാൽ -20 -30 ഡിഗ്രി സെൽഷ്യസിൽ പോയാൽ നിങ്ങളുടെ ശരീരമേ തണുക്കുള്ളൂ, മനസ്സും ബുദ്ധിയും തണുക്കണില്ല. അപ്പൊ ഇങ്ങനെ അവിടെ പോയി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാതെ ഫുൾ ടൈം ഒന്നും ആലോചിക്കാതെ ഒന്നും ഇരിക്കാതെ നിങ്ങളുടെ ബുദ്ധിയും മനസ്സൊന്നും എവിടെയും പോയിട്ട് അതൊന്നും തണുത്തിട്ടില്ല, ഫ്രോസൺ ശരീരം മാത്രമേ ഫ്രോസൺ ആയിട്ടുള്ളൂ. അപ്പൊ അതുമാതിരി ശീത ഉഷ്ണ, ചൂടും തണുപ്പും ശരീരത്തിന്റെയാണ്, മനസ്സിന്റെയും ബുദ്ധിയുടെ അല്ല. അപ്പൊ ഇത് 3 സെറ്റ് ഓഫ് നമ്മുടെ എന്തൊക്കെയാണ് നമ്മുടെ എക്യുപ്മെന്റ്സ് എന്ന് നമ്മൾ കരുതുന്ന 3 സാധനങ്ങൾ, ശരീരം, മനസ്സ്, ബുദ്ധി, ഇത് 3ഉം ഫ്രീഡ് ഫ്രം ഡുവാലിറ്റി ആക്കി വെക്കണം. അത് ദാറ്റ് ഡസ് നോട്ട് മീൻ ശീതോഷ്ണ സുഖ ദുഃഖേഷു. ഇപ്പം കോമൺ ആയിട്ട് പറയും, ഒരു സ്വാമിജിയാണ്, വളരെ റിയലൈസ് സോളാണ്, എന്നാൽ ഇരുന്നോളൂ ഈ ഫ്രീസറിനുള്ളിൽ കേട്ടോ, ശീതോഷ്ണമൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് പോലെയല്ലേ. അതല്ല, ശരീരത്തിൻ്റെതായ ആവശ്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് ഡസന്റ് മീൻ ദാറ്റ് യു ഷുഡ് നോട്ട്, അയ്യോ എനിക്ക് ബ്ലാങ്കറ്റ് ഒന്നും വേണ്ട കേട്ടോ, ഈ തണുപ്പ് ഐ എം യൂസ് ടു, എനിക്ക് തണുപ്പ്, എനിക്ക് ബ്ലാങ്കറ്റ് ഒന്നും വേണ്ട, ഞാൻ ഈ തണുപ്പത്ത് കിടന്നോളാം. നോ, ശരീരം, എവറിബഡീസ് ബോഡി ഈസ് ദ സെയിം. അപ്പം അതിനുള്ളത്, പക്ഷേ യു വോണ്ട് ഗെറ്റ് ടു മച്ച് അറ്റാച്ച് ടു ഇറ്റ്. രമണ മഹർഷിയൊക്കെ ചെയ്യുന്ന മാതിരി ശരീരത്തിന് ക്യാൻസർ വന്നു,
ഓപ്പറേറ്റ് ചെയ്യുമ്പോൾ he was at that level that he did not need anesthesia when he was being operated. ഡോക്ടർമാരോട് പറഞ്ഞു എനിക്ക് ആവശ്യമില്ല അനസ്തേഷ്യ ചെയ്തോളൂ, ഇറ്റ്സ് നോട്ട് മൈ ബോഡി. ബട്ട് ദാറ്റ് എക്സ്ട്രീം ലെവൽ നമുക്ക് അത്രയ്ക്കൊന്നും എത്തണ്ട. നമ്മുടെ ശീതോഷ്ണ സുഖദുഃഖം ശരീരത്തിന്റെ കാര്യത്തിൽ സിമ്പിൾ ആയിട്ട് ആലോചിക്കുകയാണെങ്കിൽ നമ്മൾ ധാരാളം എത്രയോ സമയം നമ്മൾ ശരീര സംരക്ഷണത്തിന് ചെലവഴിക്കും അല്ലെ. മുഖം ഭംഗിയാക്കാൻ, താടി ട്രിം ചെയ്യാൻ, മുടി വെട്ടാൻ, മീശ ഷേപ്പ് ചെയ്യാൻ, ഡൈ ചെയ്യാൻ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ബട്ട് ഇതുകൊണ്ട് ആർക്കാണ് സന്തോഷം കിട്ടുന്നത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ഇതുകൊണ്ട് നമുക്ക് എത്ര സമയം സന്തോഷം കിട്ടും? മുടി ഡൈ ചെയ്താൽ ആ ഡൈയുടെ കളർ മാറുന്നവരെ and then you have to do it again, right? ഇനി എങ്ങാനും ഡൈ ചെയ്യാൻ മറന്നിട്ട് പെട്ടെന്ന് ഇന്നലെ വരെ ഡൈ ചെയ്തിരുന്ന ആളെ പെട്ടെന്ന് അയ്യോ ഒരു പാർട്ടിക്ക് പോകണം, ഡൈ ചെയ്യാൻ സമയമില്ല, ആകെ നരച്ചു പോയി കഴിഞ്ഞാൽ സഡൻലി യു ഫീൽ സോ ബാഡ് because you're so attached with what you have done to preserve your body to show it to others. ആ ഒരു അറ്റാച്ച്മെന്റിന് ആവശ്യമില്ല. അതുമാതിരി ആരെങ്കിലും നിങ്ങളെ അപമാനിച്ചാൽ, ഇത് വളരെ വളരെ ഇതായിട്ട് ധാരാളം മഹാന്മാർ പറയുന്നതാണ്. അപ്പൊ ആരെങ്കിലും നിങ്ങളെ അപമാനിക്കുകയാണെങ്കിൽ അവര് എന്തുകൊണ്ടാണ് നമ്മൾ റെസ്പോണ്ട് ചെയ്യലും പെട്ടെന്ന് അജിറ്റേറ്റഡ് ആയിട്ട് സഡൻലി അയാളെ അപമാനിച്ചത് നിങ്ങൾ സോ യു ആർ ഗിവിംഗ് ഹിം ഫ്യൂവൽ ഫോർ ഹിസ് ആക്ഷൻ ഇഫ് യു റെസ്പോണ്ട് ടു ഒരാൾ നിങ്ങളെ അപമാനിച്ചാൽ, റൈറ്റ്? അപ്പം യു ക്യാൻ ബി അൺഅറ്റാച്ച്ഡ്, അൺഅഫക്റ്റഡ് ബൈ ഇറ്റ്, വിച്ച് ഈസ് ബെസ്റ്റ് ഫോർ നമ്മുടെ മെന്റൽ ഹെൽത്തിന്. ഇല്ലെങ്കിൽ യു ഗെറ്റ് ആജിറ്റേറ്റഡ്. പറയുന്നവർ പലതും പറയും, എല്ലാവരും പറയുന്ന പോലെ യു കനോട്ട് ഫങ്ഷൻ ഇൻ ദ വേൾഡ്. സോ യു ഡു വാട്ട് ഇസ് ബെസ്റ്റ്. ഇഫ് യു ആർ കൺവിൻസ് ഞാൻ ചെയ്തത് ശരിയാണെന്ന് എനിക്ക് ഉത്തമ ബോധ്യം ഉണ്ടെങ്കിൽ മാനത്തിലും അപമാനത്തിലും എനിക്ക് അതേ സെയിം തിങ് വിത്ത് പുകഴ്ത്തുക. കാരണം പുകഴ്ത്തുമ്പോൾ എന്താ പ്രശ്നം? നമ്മൾ അറിയാതെ നമ്മളെ തന്നെ നമ്മൾ ഉയർത്തുകയാണ്. ഉയരും തോറും എന്താവും? വീഴ്ചയ്ക്ക് വേദനയും കൂടും, റൈറ്റ്? അതാണ് ഈ പുകഴ്ത്തലിന്റെ പ്രശ്നം. അപ്പൊ സുഖം ഉണ്ടാവും, പക്ഷെ വീഴുമ്പോ വേദന കൂടും. ഇപ്പൊ ആരെങ്കിലും പുകഴ്ത്തുമ്പോ താങ്ക് യു എന്ന് പറഞ്ഞ് ഒഴിവായി പോവാം സുഖമായിട്ട്. പക്ഷെ അതിൽ തന്നെ അഭിരമിച്ചിരുന്നാല് അടുത്ത വീഴ്ച വിൽ ബി എ ലിറ്റിൽ മോർ പെയിൻഫുൾ. അപ്പൊ ഇത് വളരെ പ്രാക്ടിക്കൽ ആയിട്ട് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനുള്ള. ഇനി ചിലപ്പോൾ പറയും ആരെങ്കിലും ശത്രു മിത്രത്തിനൊക്കെ ഐ കനോട്ട് ടേക്ക് എവറിബഡി ഈക്വൽ. പക്ഷെ ഇതൊക്കെ അക്വയർഡ് ക്വാളിറ്റീസ്. ഭഗവാൻ തന്നെ പറയുന്നത് ഇതൊക്കെ നിങ്ങൾ പ്രാക്ടീസിലൂടെ, അഭ്യാസത്തിലൂടെ അക്വയർ ചെയ്യണം ഈ ക്വാളിറ്റീസ് ഒക്കെ. ഇതൊന്നും ഇറ്റ് വോണ്ട് ജസ്റ്റ് ഫോൾ ഇൻ വൺ ഡേ. വെറും ജ്ഞാനം കൊണ്ട്, ഇതൊക്കെ പുസ്തകത്തിൽ നിന്ന് പഠിച്ചത് കൊണ്ടും ഈ ക്വാളിറ്റീസ് ഉണ്ടാവണം എന്നില്ല. നിങ്ങൾക്ക് അറിയാം ഇതാണ് നല്ലതെന്ന്, വിച്ച് ഇസ് ഇമ്പോർട്ടൻറ്റ്. അറിഞ്ഞാലേ ചെയ്യാൻ പറ്റൂ. പക്ഷേ അറിഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ഈ ക്വാളിറ്റീസ് ഒക്കെ വേണം. സോ സമശത്രോജ മിത്രേച്ച തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗവിവർജിതം, റൈറ്റ്? സംഘവിവർജിതം. ഈ കൂട്ടം കൂടിയൊന്നും നടക്കാതെ, ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ്, സംഘങ്ങളിൽ നിന്ന്. അതും അർത്ഥത്തിൽ പറയും വിവിക്ത ദേശ സേവിത്വം, അരദർജന സംസതി എന്നൊക്കെ പറയും ഈ ക്വാളിഫിക്കേഷൻസിൽ. മീ ടൈം, അലോൺ ആയിട്ടിരിക്കാനുള്ള സമയങ്ങൾ ഉപയോഗിക്കണം. അതുപോലെ അപ്പോൾ ഫ്രീ ഫ്രം അറ്റാച്ച്മെന്റ് വിത്ത് ഐഡന്റിഫിക്കേഷൻ വിത്ത് ബോഡി, മൈൻഡ്, ഇന്റലക്ട്, ആ സംഘങ്ങളൊക്കെ വർജിക്കണം. തുല്യ നിന്ദാസ്തുതിർ മൗനി, നേരത്തെ പറഞ്ഞ പോലെ മാനാപമാനം പറഞ്ഞ പോലെ തന്നെ തുല്യ നിന്ദാസ്തുതിർ മൗനി. സ്തുതിച്ചാലും നിന്ദിച്ചാലും ഒരേപോലെ എടുക്കാൻ പറ്റണം. തുല്യ നിന്ദാസ്തുതി അത് മാത്രം പോരാ, മൗനിയും ആവണം. ഇത് രണ്ടിലും മൗനിയാവണം. ഇത് രണ്ടിലും സൈലന്റ് ആയിട്ടിരിക്കാനുള്ള കപ്പാസിറ്റി വരുത്തണം. കാരണം സൈലന്റ് എന്ന് പറയുമ്പോൾ മൗനം is not a function of words alone. നമ്മൾ ധാരാളം മൗനം എന്ന് പറയുമ്പോൾ മൗനവ്രതത്തിലാണെന്ന് പറയും. എന്തിനാണ് മൗനവ്രതം? മനസ്സിനെ അടക്കാൻ മൗനവ്രതത്തിലാണ് ഞാൻ. ഐ എം നോട്ട് ഡൂയിങ് ആക്ഷൻസ്. പക്ഷെ മിക്കവാറും നമ്മൾ മൗനവ്രതം ചെയ്താൽ എന്തായിരിക്കും സ്ഥിതി? മനസ്സിൽ ഇങ്ങനെ സാധനങ്ങൾ വന്ന് തികട്ടിട്ട് എങ്ങനെയെങ്കിലും ആരോടെങ്കിലും പറഞ്ഞാൽ, ബിക്കോസ് യു ആർ ലൂസിങ് ദിസ് അവന്യൂ ഫോർ എക്സ്പ്രഷൻ, റൈറ്റ്? അപ്പൊ നമുക്ക് മൗനമായിട്ടിരിക്കണം പറ്റും. നമുക്കൊരു 2 മണിക്കൂർ മൗനമായിട്ടിരിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്രാവശ്യം പ്ലെയിനിൽ വരുമ്പോൾ ആലോചിക്കായിരുന്നു. ഞാൻ ഈ ഖത്തറിന്ന് സാൻ ഫ്രാൻസിസ്കോ എത്തുന്നവരെ 15 മണിക്കൂർ. അപ്പം ഞാൻ വിചാരിച്ചു അടുത്തേക്ക് ആരോടും സംസാരിക്കാനൊന്നും പോകണ്ട. ഇത് കുറച്ചു നേരം എനിക്കതിൻ്റെ രാമായണം വായന കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ രാമായണം ഭയങ്കര ഡിലേഡ് ആയിരുന്നു. വെറുതെ ആൾക്കാരോട് സാധാരണ ഞാനിങ്ങനെ എന്തെങ്കിലും കോൺവെർസേഷൻസ് ആൻഡ് സംബഡി വിൽ സേ ഓ ഹൗ ഇസ് ദിസ്, ഹൗ ഇസ് ദാറ്റ്, വെദറിൽ തുടങ്ങി. നമ്മളിവിടെ US അതല്ലേ കോമൺ അല്ലേ, എവറിബഡി സ്റ്റാർട്ട്സ് വിത്ത് വെദർ ആൻഡ് ദെൻ ഗെറ്റ്സ് ഓൺ ടു എവറിത്തിങ് എൽസ് ഇൻ ദ വേൾഡ്. ഞാൻ വിചാരിച്ചാൽ ആരോടൊന്നും സംസാരിക്കണ്ട, രാമായണമൊക്കെ വായിക്കാം. അപ്പം അത്യാവശ്യം എയർ ഹോസ്റ്റസ് എന്ത് ഭക്ഷണം വേണമെന്ന് ചോദിക്കുമ്പോൾ മാത്രം പറഞ്ഞിരിക്കാന്നൊക്കെ വിചാരിച്ചു. കുറച്ചൊക്കെ ചെയ്തു, പക്ഷെ പിന്നെയും പറ്റില്ല നമുക്ക്, റൈറ്റ്? ദി അതർ ഗൈ വിൽ സേ സംതിങ്, വാട്ട് ഈസ് എ ബുക്ക് ദാറ്റ് യു ആർ റീഡിംഗ് ചോദിച്ചാൽ പിന്നെ അതിനെക്കുറിച്ച് മുഴുവൻ പറയേണ്ടി വരും.
അപ്പം അങ്ങനെ പക്ഷെ നമുക്ക് മൗനമായിട്ടിരിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ പറയുന്നത് വാചിക വെറും സ്പീച്ച് മൗനമല്ല, ദ മൗനം ദാറ്റ്സ് ആക്ച്വലി ഇന്റേണൽ, വേർ ദർ ഇസ് ആബ്സെൻസ് ഓഫ് തോട്ട്സ്. ആ സ്റ്റേറ്റ് വേർ the mind is still so that you don't need to express anything. It's not about just lack of expression. There is no need to even express anything. There is nothing even to express. Asthudi, where the mind is still and the mind is controlled. അപ്പം അതാണ് മൗനി അല്ലെങ്കിൽ സൈലന്റ് എന്ന് പറയുന്നത്. തുല്യ നിന്ദാസുതിർ മൗനി സന്തുഷ്ടോ ഏന കേജിത്. ഏന കേന എന്ത് വിത്ത് എനിത്തിങ്, ഏന കേനജിത് വാട്ട് എവർ ഹീസ് ഗെറ്റിംഗ്, എന്ത് കിട്ടിയാലും സന്തുഷ്ടം, ഹാപ്പി. എനിക്ക് ഇന്ന ആഹാരം, ഞാൻ ഇന്ന ആഹാരമേ കഴിക്കുള്ളൂ എന്ന് പറയില്ല, ഞാൻ ഇന്ന ബ്രാൻഡഡ് സാധനമേ യൂസ് ചെയ്യുള്ളൂ എന്ന് പറയില്ല. വാട്ട് എവർ യു ഗെറ്റ് ഹീസ് ഹാപ്പി ആസ് ലോങ് ആസ് ഇറ്റ് സാറ്റിസ്ഫൈസ് ദ ബേസിക് നീഡ്സ്. നമ്മൾ ധാരാളം റിയലി സന്യാസിമാരെ കണ്ടിട്ടുണ്ടെങ്കിൽ അവര് വാട്ട് എവർ യു ഗിവ് ദേ വിൽ ബി ഹാപ്പി. അവർക്ക് അങ്ങനെ അതിൽ വലിയ ദർ ആർ പീപ്പിൾ വിത്ത് ഹെൽത്ത് നീഡ്സ് ഓഫ് കോഴ്സ്, പക്ഷെ ദേ ആർ നോട്ട് അറ്റാച്ച്ഡ് ടു ഇറ്റ്. സന്തുഷ്ടോ ഏന കേനജിത് അനികേത. അപ്പം ലിറ്ററൽ മീനിങ് ഓഫ് അനികേത ഇസ് ഹോംലെസ്, റൈറ്റ്? പക്ഷെ ഇവിടെ നമ്മൾ കുറച്ചുകൂടി ഡീപ്പായിട്ട് ഹോംലെസ് എന്ന് പറഞ്ഞാൽ ഉടനെ ഓക്കെ എനിക്ക് ഭഗവാൻ പറഞ്ഞു 12ാമത്തെ അധ്യായത്തിലെ ഭക്തി യോഗത്തിൽ എന്താണ് ലക്ഷണം, ഓക്കെ ഞാൻ ഉടനെ വീട് വിട്ട് ഇറങ്ങുകയാണ്, എനിക്ക് വീട് വേണ്ട, അല്ലെങ്കിൽ ഉള്ള വീട് വിട്ട് ഞാൻ റെന്റൽ ഹൗസിൽ പോവാണ്, എന്നോട് പറഞ്ഞില്ലേ അനികേതൻ ഹോംലെസ് ആവണം. അതല്ല ഉദ്ദേശം. ഈ എന്താണ് നമുക്ക് വീട് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഹോം എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് ഒരു പൊസഷൻ ആണ്, അല്ലെ? നമ്മുടെ വീട് ഈസ് അവർ പൊസഷൻ. നമ്മൾ യു ആർ പൊസസിങ് ഇറ്റ്, ആൻഡ് ആ പൊസഷൻ ആണ് നമ്മൾ, ഇറ്റ് റീഇൻഫോഴ്സസ് അവർ സെൻസ് ഓഫ് ഹാപ്പിനെസ് ആൻഡ് കംഫർട്ട് ടെമ്പററി, ഇറ്റ്സ് നോട്ട് ഓൾവേസ്. അപ്പൊ ഇവിടെ പറഞ്ഞത്, ഇവിടെ ഹോംലെസ് എന്ന് പറയുന്നത് ഷെൽട്ടർ തരുന്നത്. ഹോം ഇസ് ഷെൽട്ടർ, റൈറ്റ്? ഷെൽട്ടർ തരുന്നത് ഒരു ഫിസിക്കൽ ബിൽഡിംഗ് ആണ് എന്നുള്ള ബോധം വിട്ട് ഷെൽട്ടർ ഈസ് അറ്റ് ദ ഫീറ്റ് ഓഫ് ദ ലോർഡ് എന്നുള്ള ഐഡിയയിലേക്ക് വരണം. വീട് വിട്ട് ഇറങ്ങി പോകുന്നും വേണ്ട, ആ വീട് ഉപേക്ഷിക്കൊന്നും വേണ്ട, താമസിക്കുന്ന വീട്ടിൽ ഇരുന്നോളൂ. ബട്ട് ഇവിടെ ഹോംലെസ് അനികേതം എന്ന് പറയുന്നത് ആ വീട് എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഫിസിക്കലായിട്ടുള്ള എൻ്റെ വീടാണ് എന്നുള്ള ബോധം വിട്ടിട്ട് എനിക്ക് പ്രൊട്ടക്ഷൻ തരുന്നത് ഫീറ്റ് ഓഫ് ദ ലോർഡ്, ഓൾ പെർവേഡിങ് ആണ് എന്നുള്ള ഐഡിയ. സോ ഇതൊക്കെ സട്ടിൽ ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസിന് വേണ്ടി പറയുന്ന കാര്യങ്ങളാണ്. അനികേത സ്ഥിരമതി, മതി ബുദ്ധി ഇന്റലക്ട്, സ്ഥിരം കോൺസ്റ്റന്റ്, സ്ഥിരമതിർ ഭക്തിമാന്യ പ്രിയോനര. അങ്ങനെയുള്ള നരനെയാണ്, അങ്ങനെയുള്ള മനുഷ്യനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ആൻഡ് ദെൻ അവസാനം ദിസ് ലാസ്റ്റ് 20th സ്റ്റാൻസയാണ്. അതിൽ ഇറ്റ്സ് ജസ്റ്റ് ദാറ്റ് ഫൈനൽ പിന്നക്കിൾ. അതിൽ പ്രത്യേകിച്ച് ക്വാളിറ്റീസ് പറഞ്ഞില്ല. ഇപ്പൊ ഈ 13 മുതൽ 19 വരെ 36 ക്വാളിറ്റീസ് പറഞ്ഞു കഴിഞ്ഞു, എന്നെ നോക്കിയാൽ കാണാം. ഇനി അടുത്തതില് ഈസ് ജസ്റ്റ് ഡൂയിങ് ഒരു ഫൈനൽ കൺക്ലൂഡിങ് വാട്ട് ഈസ് ദിസ് എന്ന് പറയാണ്. ഏതു ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ ശ്രദ്ധദാനാമത്പരമാ ഭക്താസ്ത്വേ അതീവമേ പ്രിയ. ഇതുവരെ എനിക്ക് ഭക്തമേ പ്രിയ, ഈ ഭക്തനാണ് എനിക്ക് ഇഷ്ടം എന്ന് പറഞ്ഞു. ഇവിടെ പറയുന്നു ഏത് ഭക്തനെ എനിക്ക് അതീവമേ പ്രിയ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്തൻ ആരാണ്? ഏതു ധർമ്യാമൃതമിദം യഥോക്തം പര്യുപാസതേ. യഥോക്തം, ഞാൻ പറഞ്ഞ പോലെ. ഏതു ധർമ്യാമൃതം, ദിസ് ഇമ്മോർട്ടൽ ധർമ്മ. അമൃതം ഇമ്മോർട്ടാലിറ്റി, ഇമ്മോർട്ടൽ ധർമ്മ, സനാതന ധർമ്മം, ഇമ്മോർട്ടൽ ധർമ്മം. ഏതു പര്യുപാസതേ യഥോക്തം, ഞാൻ പറഞ്ഞതുപോലെ ഉപാസിക്കുന്ന ആള്, ഞാൻ പറഞ്ഞതുപോലെ ഈ ധർമ്മം ചെയ്യുന്ന ആള്, ഞാൻ ഇത്രയും പറഞ്ഞതുപോലെ ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആള്, ഇതുപോലെ ചെയ്യുന്ന ആള്. ശ്രദ്ധദാനാമത്പരം. നമുക്ക് ആ ശ്രദ്ധ എന്നുള്ളൊരു വാക്ക് പറഞ്ഞു. നമ്മൾ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ശ്രദ്ധ എന്ന് പറയുന്നത് ഗുരുവിലും ശാസ്ത്രവാക്യത്തിലുള്ള വിശ്വാസമാണ്. ഗുരുവായിട്ട് ഭഗവാനെ കണക്കാക്കിയിട്ട് ഗുരു പറഞ്ഞതില്, ഭഗവാൻ പറഞ്ഞതില് പൂർണ്ണമായി വിശ്വസിച്ച്, അതിനാണ് ഇവിടെ ശ്രദ്ധ എന്നുള്ള വാക്ക് പറഞ്ഞത്. ശ്രദ്ധദാനാമത്പരമ, മത്പരമ, ഞാനാണ് അൾട്ടിമേറ്റ്, ഞാനാണ് അൾട്ടിമേറ്റ്, പരമാത്മാവാണ് അൾട്ടിമേറ്റ് എന്നുള്ള കാര്യത്തില് ഞാൻ പറഞ്ഞതൊക്കെ കേട്ട്, ഞാൻ പറഞ്ഞ എന്നിൽ ഗുരു പറഞ്ഞ വാക്യങ്ങളിൽ വിശ്വസിച്ച് ശ്രദ്ധദാനാമത്പരമ, ആരങ്ങനെ ചെയ്തിരുന്നോ, ഈ ധർമ്മത്തിനെ പൂർണ്ണമായും ഉപാസിക്കുന്നുവോ, ഈ ധർമ്മം എന്നിവിടെ പറയുന്നത് ഇത്രയും നേരം പറഞ്ഞ കാര്യമാണ്. ഭക്തി എന്നുള്ള ധർമ്മമാണ് ഇവിടെ പറയുന്നത്. ഇത് ഭക്തിയുടെ ആയിരുന്നല്ലോ. ഈ ഭക്തി അല്ലെങ്കിൽ ഡിവോഷൻ എന്നുള്ള ധർമ്മം എന്നുള്ള നേച്ചർ ഓഫ് മീ. ധർമ്മം എന്ന് പറയുന്നത് വാട്ട് എവർ ഇസ് സംതിങ് വിത്തൗട്ട് വിച്ച് സംതിങ് കനോട്ട് എക്സിസ്റ്റ്, റൈറ്റ്? പഞ്ചസാരയുടെ ധർമ്മം മധുരമാണെന്ന് പറയുന്ന പോലെ ഇതാണ് ധർമ്മം എന്ന്, എന്റെ നേച്ചർ ഭക്തിയാണ് എന്ന് കരുതുന്നവനെയാണ് എനിക്ക് അതീവ പ്രിയം. അങ്ങനെയുള്ള ആളെയാണ്
എനിക്ക് അതീവ പ്രിയം. ഞാൻ സ്വാമി ചിന്മയാനന്ദന്റെ ഈ ചാപ്റ്ററിന്റെ അവസാനം ഹീസ് റിട്ടൺ വെരി പവർഫുൾ 2 സെന്റൻസ്, അത് മാത്രം വായിക്കാം. The path of devotion is not a mere sentimental explosion or an excessive emotional display. It is not a mere frivolous hysteria. It is the blossoming of the human personality through the surrender of our limitations and by acquiring new vitality during inspired moments of deep contemplation. ഇതാണ് ഗുരുദേവ് ഡെഫിനേഷൻ ഓഫ് ഭക്തി എന്ന് പറയുന്നത്. ഇറ്റ്സ് നോട്ട് ഹിസ്റ്റീരിയ, ഇറ്റ് ഈസ് നോട്ട് ഇമോഷണൽ ഷോ ഓഫ്, ഇറ്റ് ഈസ് ബ്ലോസമിങ് ഓഫ് അവർ പേഴ്സണാലിറ്റി ത്രൂ സറണ്ടർ ഓഫ് അവർ ലിമിറ്റേഷൻസ്. നോക്കൂ, ഈ 36 ക്വാളിറ്റീസ് ആർ ലിമിറ്റേഷൻസ്, റൈറ്റ്? അദ്വേഷ്ട സർവഭൂതാനാം എന്ന് പറഞ്ഞ ഉടനെ ദ്വേഷം എന്നുള്ളതിന്റെ ലിമിറ്റേഷനെ റിനൗൺസ് ചെയ്യാനല്ലേ പറഞ്ഞ. അതുപോലെ മൈത്ര കരുണ ഏവജ, എല്ലാവരോടും സുഹൃത്തായിരിക്കുക എന്ന് പറയുമ്പം ആൾക്കാരെ അന്യവൽക്കരിക്കുന്ന എൻ്റെ ആറ്റിറ്റ്യൂഡിനല്ലേ മാറ്റാൻ പറഞ്ഞു. അപ്പൊ ഓരോ 36 ഓരോ ക്വാളിറ്റീസ് ഈസ് സറണ്ടറിങ് അവർ ലിമിറ്റേഷൻസ്, surrendering our limitations and acquiring new vitality during inspired moments of deep contemplation. Right? Of course, contemplation has to be there. കാരണം ഇതൊക്കെ കോൺടെംപ്ലേറ്റ് ചെയ്താൽ അറിയാം നമുക്ക്. അതാണ് പറഞ്ഞ ജ്ഞാനാധ്യാനം വിശിഷ്യതയെന്ന് എടുത്തു പറഞ്ഞത്. അറിവ് മാത്രം പോരാ, അറിവിനെ അനുഭവമാക്കണമെങ്കിൽ കോൺടെംപ്ലേഷൻ, ധ്യാനം ആവശ്യമാണ്. ആ moments of deep contemplationൽ you are shedding your limitations one by one. ഒരു ഇൻഡിവിജ്വൽ എൻറ്റിറ്റി ആണ്, ഈ ബോഡി മൈൻഡ് ഇന്റലക്റ്റ് ആണ്, ഞാൻ ലിമിറ്റഡ് ആണ് എന്നുള്ള എൻ്റെ തോന്നൽ ഓരോന്നോരോന്നായിട്ട് അഴിഞ്ഞു പോവുകയാണ്. സോ ദാറ്റ് ഐ വിൽ ഇവൻച്വലി ഗെറ്റ് merged with the infinite and I understand that തത്വമസി is my real nature. അതിലേക്കുള്ള വഴിയാണ് പാത്ത് ഓഫ് ഡിവോഷൻ. അപ്പൊ ഇതോടെ ഭഗവത്ഗീതയുടെ 12 അധ്യായങ്ങള് കർമ്മയോഗം എന്ന ആദ്യത്തെ 6 അധ്യായങ്ങളും ഭക്തിയോഗം എന്നുള്ള രണ്ടാമത്തെ 6 അധ്യായങ്ങളും കഴിഞ്ഞു. പക്ഷെ നമ്മൾ കണ്ടു ഭക്തിയോഗത്തിൽ തന്നെ ധാരാളം ജ്ഞാനവും വന്നു. ഇനി ബാക്കിയുള്ളതിനെ ജ്ഞാനയോഗം എന്നാണ് പറയുന്നതെങ്കിലും ബാക്കിയുള്ളത് ആർ ആപ്ലിക്കേഷൻ, ശരിക്കും വിജ്ഞാന യോഗം ആണ്, ആപ്ലിക്കേഷൻസ് ആണ് ഇനി വരുന്നത്. ഇതൊക്കെ നിനക്ക് അറിയുന്ന നീ ഇതെങ്ങനെ അപ്ലൈ ചെയ്യും ഫോർ ഡിഫറെന്റ് സർക്കംസ്റ്റാൻസസ്. അപ്പോൾ ക്ഷേത്രജ്ഞ വിഭാഗയോഗം, ഗുണത്രയ വിഭാഗയോഗം, ദൈവാസുര സമ്പദ് വിഭാഗയോഗം, പുരുഷോത്തമ യോഗം, ഇതൊക്കെ ആർ സ്മോളർ ഫോക്കസ്ഡ് ആസ്പെക്ട്സ് ഓഫ് ഓൾ ദിസ് ലാർജർ തിങ്സ് ദാറ്റ് വി ഹാവ് ഡിസ്കസ്ഡ്. ഇനി അവിടേക്കാണ് നമ്മൾ പോകുന്നത്. പക്ഷെ ഇവിടെ ഇതുവരെ എല്ലാം പറഞ്ഞത് ഇസ് ബേസിക്കലി ഷെഡിങ് യുവർ ലിമിറ്റേഷൻസ്. അത് രാമായണത്തില് ഇപ്പം അധ്യാത്മ രാമായണം നോക്കുകയാണെങ്കിൽ എത്രയോ ഭാഗങ്ങളിൽ അധ്യാത്മ രാമായണത്തിൽ, പ്രത്യേകിച്ചും വാൽമീകി രാമായണത്തിൽ അത്ര ഉണ്ടാവില്ല. അധ്യാത്മ രാമായണത്തിൽ രാമൻ ലക്ഷ്മണന് ഉപദേശം കൊടുക്കുന്നുണ്ട്, താരയ്ക്ക് ഉപദേശം കൊടുക്കുന്നുണ്ട്, പലർക്കും ഉപദേശം കൊടുക്കുന്നുണ്ട്. അതുമാതിരി പലരും അഗസ്ത്യനും അഹല്യയും ശബരിയും ഇവരൊക്കെ രാമനെ കവന്തനും ഒക്കെ രാമനെ സ്തുതിക്കുന്നുണ്ട്. ഇതിലൊക്കെ കോമൺ ആയിട്ട് ഉള്ള തീം ഭക്തി തന്നെയാണ്. അപ്പൊ ഈ സ്തുതികളിലൊക്കെ വരുന്ന കോമൺ തീം ഭക്തി. ഞാൻ ഒരു ക്വിക്കായിട്ട് ഭക്തി എന്നുള്ളത് അവസാനിച്ചപ്പം ഇതില് അഗസ്ത്യ സ്തുതിയില് അഗസ്ത്യൻ രാമനോട് പറയുന്നത് ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനമുണ്ടായി വരും, ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും, വിജ്ഞാതമെന്നാൽ ഗുരുമുഖത്തിൽ നിന്നിതെല്ലാം ആകയാൽ ത്വദ്ഭക്തിയും നിങ്കലെ പ്രേമവായ്പും രാഘവ സദാ ഭവിക്കേണമേ ദയാനിധേ. ഭക്തി വേണം. എന്തിനാണ് ഭക്തി വേണ്ടത്? സോ ട്രാക്കിംഗ് ബാക്ക്, ഭക്തി വർദ്ധിച്ചിടുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും. സോ ഭക്തിയും ജ്ഞാനവും കനോട്ട് ഗോ സെപ്പറേറ്റ്. ഭക്തി വർദ്ധിക്കുമ്പോൾ വിജ്ഞാനം ഉണ്ടായി വരും, ജ്ഞാനാദികൾ കൊണ്ട് മോക്ഷവും വരും. അപ്പൊ വിവേക, വൈരാഗ്യ, ഷഡ്സമ്പത്തി, മുമുക്ഷുത്വം എന്നുള്ള നമ്മുടെ സാധനാ ചതുഷ്ടയത്തില് മുമുക്ഷുത്വമാണ് അവസാനം വേണ്ടതെങ്കിൽ ഭക്തി അല്ലെങ്കിൽ ഡിവോഷൻ അതിനുണ്ടായേ പറ്റൂ. വിജ്ഞാതം എന്നാൽ ഗുരുമുഖത്തിൽ നിന്നെല്ലാം ആകയാൽ ത്വദ്ഭക്തിയും നിങ്ങളെ പ്രേമവായ്പും രാഘവ സദാ ഉണ്ടാവണമേ, നിന്നില് പ്രേമവും ഉണ്ടാവണമേ. അതേമാതിരി രാമൻ ലക്ഷ്മണനെ ഉപദേശിക്കുമ്പോൾ ലക്ഷ്മണനോടും ഇതേ കാര്യം പറയും. വിജ്ഞാന വൈരാഗ്യത്തോടു സഹിതം ആനന്ദമായിട്ടുള്ള കൈവല്യ സ്വരൂപം ഇതുള്ള വണ്ണമേ പറവാനും അതറിവാനും ഉള്ളം നല്ലുണർവുള്ളോരിൽ ആരും ജഗത്തിങ്കൽ മഗ്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം. എന്നിൽ ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭം. അതിന് എക്സാമ്പിൾ എന്താ പറഞ്ഞ,
നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി, രാത്രിയിൽ തന്റെ പദം ദീപമുണ്ടെന്നാകിലേ നേരുള്ള വഴി എറിഞ്ഞിടാവിധവണ്ണമേ. ജ്ഞാനമുണ്ട് എന്നാലും, കണ്ണ് ഉണ്ട് എന്നാണെങ്കിലും രാത്രിയിൽ വഴി അറിയാൻ ദീപം വേണ്ടേ? ആ ദീപമാണ് ഭക്തി. റൈറ്റ്? അതാണ് രാമൻ ലക്ഷ്മണന് പറഞ്ഞു കൊടുക്കുന്നത്. ലക്ഷ്മണൻ ചോദിക്കുകയാണ്, എനിക്ക് മോക്ഷമാർഗം പറഞ്ഞു തരൂ എന്ന് പറയാണ്. കാട്ടിലിരിക്കുന്ന സമയത്ത് മോക്ഷമാർഗം ചോദിക്കുകയാണ് ശൂർപ്പണഖ വരണേന് തൊട്ട് മുമ്പ്. അതിനുശേഷമാണ് ഈ മോക്ഷമാർഗം പറഞ്ഞു തന്നിട്ടാണ് കഥ പിന്നെ കംപ്ലീറ്റ്ലി ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്. അപ്പൊ അതുവരയ്ക്കും ചോദിക്കുന്നത് എന്താണ് മോക്ഷമാർഗം. അപ്പൊ അത് പറഞ്ഞു കൊടുക്കുന്നത് മദ്ഭക്തി ഇല്ലാത്തവർക്ക് എത്രയും ദുർലഭങ്ങൾ മദ്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം കൈവരും. മോക്ഷം വിൽ കം വിത്ത് ഭക്തി. മദ്ഭക്തി കൊണ്ട് തന്നെ കൈവല്യം കൈവരും. നേത്രമുണ്ടെന്നാകിലും കാൺമതിനുണ്ടു പണി, രാത്രിയിൽ തന്റെ ദീപം പദമുണ്ടെന്നാകിലേ നേരുള്ള വഴി അറിഞ്ഞിടാവിധവണ്ണമേ. ശ്രീരാമഭക്തി ഉണ്ടായെങ്കിലേ കാണായി വരും. വഴി കാണണമെങ്കിൽ കണ്ണുണ്ട്, പക്ഷെ വഴി കാണണമെങ്കിൽ ദീപം വേണം. കണ്ണ് എന്നുള്ള ജ്ഞാനമുണ്ട്, പക്ഷെ വഴി കാണണമെങ്കിൽ ഭക്തി എന്നുള്ള ദീപം ഉണ്ടായേ പറ്റും. അപ്പൊ അതുകൊണ്ട് വളരെ പക്ഷെ നമുക്ക് ബേസിക്കലി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഫണ്ടമെന്റൽ ഐഡിയ ഓഫ് ഭക്തി എന്നുള്ളതിനെ മാറ്റി പറയുകയാണ് ഈ അധ്യായത്തിൽ. നമ്മൾ എന്താണോ ഭക്തി എന്ന് നമ്മൾ വിചാരിക്കുന്നത് അതല്ല യഥാർത്ഥമായിട്ടുള്ള ഭക്തി. യഥാർത്ഥമായിട്ടുള്ള ഭക്തി ഈസ് ആക്ച്വലി ഡീപ്പർ എന്നുള്ള ഐഡിയ. സോ ബേസിക്കലി സ്വാമി ചിന്മയാനന്ദൻ പറഞ്ഞ പോലെ ലാസ്റ്റ് സെന്റൻസ് is the very apt ending for this. Bhakti is blossoming of the human personality through the surrender of our limitations and by acquiring new vitality during the inspired moments of deep contemplation. കാട്ടിക്കൂട്ടലല്ല ഭക്തി. ഭക്തി is actually നാരായണൻ ഒന്നുകൂടി പറയാം, ഒന്ന് എഴുതിയെടുക്കട്ടെ. ഭക്തി ഞാൻ ഇതില് പോസ്റ്റ് ചെയ്യാം മിനീഷ്, എഴുതിയെടുക്കണം. ഞാൻ വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്യാം. Okay, so that ends നമ്മുടെ 12ാമത്തെ അധ്യായം also. ഇതി ശ്രീമദ് ഭഗവത് ഗീതാസ്തു ഉപനിഷത്തു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ 12ാധ്യായഃ. That ends yoga of devotion, bhakti. Okay. എനിക്ക് ഭയങ്കര സംഭവം തന്നെയല്ലേ ഭക്തിന്റെ ഡെഫിനിഷൻ. നമ്മള് ശരിക്ക് യഥാർത്ഥ ഭക്തനായി കഴിഞ്ഞാൽ പിന്നെ ഒന്നും വേണ്ട. അതെ അതെ, അതാവൽ എളുപ്പമല്ല എന്ന് മാത്രം. വല്ല എക്സാമ്പിൾ ഉണ്ടോ നാരായണ? എന്താ വല്ല എക്സാമ്പിൾ ഉണ്ടോ പറയാ? എന്തിനാ? somebody like ഇതിലെ പറയുന്നില്ലേ such devotees are supremely dear to me. Are there some examples of such devotees? I mean we can do നമുക്ക്. അപ്പൊ ഇത് വേറൊരു പ്രോബ്ലം is like നമ്മുടെ സബ്ജക്റ്റീവ് സയൻസസ് മാതിരി യു കനോട്ട് വാച്ച് an example from science ആണെങ്കിൽ I can watch an experiment, convince myself and say okay I have experienced it, I have seen it. പക്ഷെ ഇതില് how do I know if somebody has bhakti, right? So you can only infer relatively. So for example രമണ മഹർഷി ഭക്തി എന്ന് പറഞ്ഞ എവിടെയും വലിയ പ്രാർത്ഥനയും ഒന്നും കാണിച്ചിട്ടില്ല. പക്ഷെ ഇതിൽ പറഞ്ഞ എല്ലാ ക്വാളിഫിക്കേഷൻസ് അദ്ദേഹത്തിനില്ലേ? ഇതിൽ പറഞ്ഞ സിംപ്ലി ഇത് രമണ മഹർഷിയെ പോലൊരു മൗനിയെ നമ്മുടെ ഈ സമയത്തൊന്നും കണ്ടിട്ടുണ്ടാവില്ല. രമണ മഹർഷിയെമാരി സംബഡി ഹു ഈസ് സന്തുഷ്ട സതതം യോഗി യഥാത്മാ ദൃഢനിശ്ചയ അതൊക്കെ പോലെ, റൈറ്റ്? അപ്പം അതൊന്നും എക്സാമ്പിൾ. പിന്നെ നമ്മുടെ കുറച്ചുകൂടെ നമ്മൾ കേട്ട കഥകള് എന്നൊക്കെ പറയുകയാണെങ്കിൽ ഒന്നും പ്രതീക്ഷിക്കാതെ ഭഗവാന്റെ അടുത്ത് പോയി, ഭഗവാന്റെ അടുത്ത് എല്ലാം കിട്ടിയിട്ടും സന്തോഷിച്ചു, പക്ഷെ അപ്പോഴും ഭഗവാനാണ് എല്ലാം എന്നുള്ള ബോധത്തിൽ നിന്ന് കുചേലൻ ഫോർ എക്സാമ്പിൾ, ഇപ്പൊ കുചേല ഭക്തി എന്ന് പറയാറുണ്ട്. പിന്നെ പൂന്താനത്തിന് സങ്കടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, കുട്ടികളില്ലാത്ത അനവധി ദുഃഖം ഉണ്ടായിരുന്നു, കുട്ടികളില്ലാത്ത ദുഃഖം ഉണ്ടായിരുന്നു. അതിന് ഗുരുവായൂരപ്പനെ വിളിച്ച് അവസാനം ഹി realize the fact that മനസ്സിൽ ഉണ്ണിക്കണ്ണൻ ഓടിക്കളിക്കുമ്പോൾ ഉണ്ണികൾ എന്തിനു വേറെ എന്നുള്ള ദാറ്റ് സാരൂപ്യം താതാത്മ്യം എന്നൊക്കെ പറയുന്ന പോലെ എത്തി. സോ അങ്ങനെയുള്ള പലരും മീരാബായി കൃഷ്ണഭക്തിയില് കംപ്ലീറ്റ് ഇമേഴ്സ് ഇൻ കൃഷ്ണഭക്തി. അപ്പം യു ക്യാൻ ഹാവ് സെവറൽ ആൾക്കാർ ഇതുപോലെ ഇപ്പം ചിന്മയാനന്ദന്റെ ഗുരുസ്വാമി തപോവനം, യു ലുക്ക് അറ്റ് ഇറ്റ്, കംപ്ലീറ്റ് റിനൗൺസ്ഡ് സോൾ, ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ ഉള്ള ആള്.
അവരെ കുറിച്ച് കേൾക്കുമ്പോഴും അറിയുമ്പോഴും വി ഡോണ്ട് നോ ട്രൂലി. പക്ഷെ നമ്മുടെ ഒരു വലിയ ഭക്തൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ചിന്താഗതി somebody who really shows a lot of fancy stuff, വലിയ പൂജകള്, വലിയ മാസീവ് വലിയ യജ്ഞങ്ങള്, വലിയ ഓഫറിങ്സ്. അപ്പൊ അതാണ്. പക്ഷെ we are trying to understand that it is a different ball game. ഗാന്ധിയിൽ പെടുവോ? അറിയില്ല കേട്ടോ, ഗാന്ധി ഭക്തനില് എന്താ. ഗാന്ധിയെ കർമ്മയോഗി എന്ന് പറയാറുണ്ട്. കർമ്മയോഗം ഗാന്ധി is an apt one. ഗാന്ധി ഭക്തനാണോ അറിയില്ല കേട്ടോ. അല്ല, കാരണം ഈ പറയുന്ന ക്വാളിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നു, പക്ഷെ ഉണ്ടല്ലോ. ഉണ്ടായിരുന്ന ആയിരിക്കാം. പക്ഷെ ഇതല്ലേ നമ്മള് ഇപ്പം വേറൊരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇപ്പൊ നമ്മുടെ എന്റെ ഇവിടുത്തെ സ്വാമിജി എപ്പോഴും പറയും, ഭഗവത്ഗീത പഠിച്ചിട്ട് the example should be you, the example should not be somebody else, right? This is for an internal thing. You should not look out for examples outside. Right? ആരാണ് ഇത് എന്ന് ചോദിക്കുന്നത്. So this is not like science where you show me an example so that I can do it like that. അല്ല, എല്ലാം ഇതിൽ തന്നെ ഉണ്ട്. This is for your own thing, not to show or tell. ഇപ്പൊ നമുക്ക് ധാരാളം പേർക്കില്ലേ ഭഗവത്ഗീത is a show and tell story, right? നമ്മൾ ഇരുന്ന് പറയുന്നു, ഭഗവത്ഗീത പറയുന്നു, കുറെ ആൾക്കാർ കേൾക്കുന്നു, ഞാനിത് പറഞ്ഞു എന്നുള്ള ബോധം എനിക്ക് ആരൊക്കെയോ കഴിഞ്ഞില്ല കേട്ടവർക്ക്. So it's eventually for ourselves, self purification. അപ്പൊ ബിജു ചോദിച്ച പോലെ ഇപ്പൊ എക്സാമ്പിൾസ് നമ്മൾ പറഞ്ഞല്ലോ, പൂന്താനം അല്ലെങ്കിൽ കുചേലൻ, മീരാബായി, പിന്നെ രാധ. ഇപ്പൊ ഭക്തൻ എന്നുള്ളതിന്റെ ഡെഫിനിഷൻ നമ്മുടെ സ്ക്രിപ്ചറിൽ നോക്കിയാല് ഹനുമാൻ, ഇങ്ങനത്തെ കുറെ ഹനുമാൻ അങ്ങനെ കുറെ എക്സാമ്പിൾ വരില്ലേ. അപ്പൊ അവരുടെയൊക്കെ പിന്നെ ഈവൻ ദ്രൗപദി, കുചേലൻ അല്ലെ, ദ്രൗപദിയും ഭക്ത, അതില് അവരുടെ ഭക്തിയിൽ ഡിഫറൻസ് ഉണ്ടോ? അങ്ങനെ അല്ല വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഭക്തിയോ അങ്ങനെ വല്ലതും ഉണ്ടോ? അപ്പൊ ഐ ആം ട്രൈങ് ടു റിലേറ്റ്. ഇപ്പൊ നാരായണൻ പറഞ്ഞില്ല 36 ക്വാളിറ്റീസ് പറഞ്ഞു. അപ്പൊ അതിൽ ഇവരെ ഓരോരുത്തരും നമ്മൾ എക്സാമ്പിൾ ആയിട്ട് ഭക്തൻ എന്നുള്ളതിന്റെ ഉദാഹരണമായിട്ട് നമ്മൾ കാണിക്കുന്നവരുടെ ഭക്തിയില് ഡിഫറൻസ് ഉണ്ടോ, അല്ലെങ്കിൽ വേരിയസ് ആസ്പെക്ട്സ് വരുന്നുണ്ടോ? അത് നമുക്ക് അറിയില്ലല്ലോ. സോ വി ഡോണ്ട് നോ. ദ്രൗപദിക്ക് എന്താ ഉണ്ടായിരുന്നത് നമുക്കറിയില്ല. ദ്രൗപദിയുടെ എക്സ്റ്റേണൽ ആക്ഷൻസിൽ നിന്ന് നമ്മൾ ഇൻഫർ ചെയ്തത് അല്ലെങ്കിൽ വ്യാസൻ ഇൻഫർ ചെയ്ത് എഴുതിയതല്ലേ നമുക്കറിയൂ. So that becomes a very difficult exercise to find out എത്ര ഭക്തി ഉണ്ടായിരുന്നു, how many out of this 36 qualities did you have എന്നൊക്കെ ചോദിച്ചാല് ഭയങ്കര ബുദ്ധിമുട്ടാവും, റൈറ്റ്? സോ നമ്മളെ ഇവാലുവേറ്റ് ചെയ്യാം. എനിക്ക് അദ്വേഷ്യം വന്നോ, എനിക്ക് കരുണം വന്നോ, എനിക്ക് സഹാനുഭൂതി വന്നോ, എനിക്ക് സമദുഃഖ സുഖം വന്നോ, അത് നമുക്ക് സ്വയം ഇവാലുവേറ്റ് ചെയ്യാമെന്നല്ലാതെ ഇറ്റ് ബിക്കംസ് എ വെരി ഡിഫിക്കൽട്ട് എക്സസൈസ്. അങ്ങനെ ചെയ്താൽ നമ്മൾ പല ഭക്തന്മാരെയും നമ്മൾ റേറ്റ് ചെയ്യുന്ന പോലെയാവും. നമ്മള് ഈ ക്വാണ്ടിറ്റേറ്റീവ് ബെൻഡ് ഓഫ് മൈൻഡിൽ ഇരുന്നിട്ട് അതാണ് ഒരു പ്രശ്നം. പക്ഷെ അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ നമ്മൾ ആലോചിക്കും, ഭഗവത്ഗീത വാസ് റിട്ടൺ ഇങ്ങനെ 5000 കൊല്ലം മുമ്പ്, റൈറ്റ്? അതിനു മുമ്പ് ത്രേതായുഗം ഉണ്ടായിരുന്നു, അതിനു മുമ്പ് സത്യയുഗം ഉണ്ടായിരുന്നു. കൃഷ്ണന് വേണമെങ്കിൽ പറയായിരുന്നില്ലേ, ഇതാണ് എന്റെ ഭക്തന്റെ എക്സാമ്പിൾ. ഹി നെവർ ഡിഡ് ദാറ്റ്. നമ്മള് കർവ് ഫിറ്റിംഗ് തുടങ്ങി 36 ക്രൈറ്റീരിയ. നമുക്ക് എന്താ, നമ്മൾ R² വാല്യൂ നോക്കണം കർവിന്. 36 ഒരൊറ്റ ക്വാളിറ്റി കൂടിയും കർവ് പോയിട്ടില്ല. പക്ഷെ R² is pretty good because it's equidistant from everything. ഫോർമുല കിട്ടിയാൽ നമുക്ക് അത് അപ്ലൈ ചെയ്യാൻ വെച്ചിട്ടുള്ള ഒരു അത്യാഗ്രഹത്തിൽ നിൽക്കുകയാണ്. അതെ, എങ്ങനെയെങ്കിലും ഒരു അപ്പം നമ്മള് ട്രൈങ് ടു ഫിറ്റ് എവറിത്തിങ് ആ ഒരു വ്യൂ പോയിന്റ്. വേറൊരു ചോദ്യം, ഭക്തി യോഗം അല്ലെങ്കിൽ ഭക്തി മാർഗം എന്നുള്ളത്, അത് ഇപ്പൊ നമ്മള് കുറെ ആദ്യത്തെ 12 അധ്യായത്തിൽ നമ്മള് കർമ്മയോഗമാണ് ആദ്യമായിട്ട് പഠിച്ചത്. അപ്പോ ഇസ് ഇറ്റ് എ സീക്വൻഷ്യൽ പാത്ത്? ഭക്തി എന്നുള്ളതിന് എത്താൻ വേണ്ടിയിട്ട് കർമ്മം, ജ്ഞാനം, അങ്ങനെ ഇസ് ഇറ്റ് എ സീക്വൻഷ്യൽ പാത്ത് ഓർ ഇസ് ഇറ്റ് എ പാരലൽ പാത്ത്? അത് സയന്റിഫിക്കലി ഇറ്റ് ഈസ് എ സീക്വൻഷ്യൽ പാത്ത്. പക്ഷെ നമ്മളൊക്കെ തുടങ്ങുന്നത് ഓരോ സ്ഥലത്തു നിന്നാണ്. വി ആർ നോട്ട്, നമ്മൾ ഒരു കോളേജിൽ പോവുകയാണെങ്കിൽ എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ക്ലാസ്സിൽ പോവുകയാണെങ്കിൽ വി ആർ ഓൾ അറ്റ് ദ സെയിം പ്ലേസ്, റൈറ്റ്? എല്ലാവരും 12ാം ക്ലാസ് കഴിഞ്ഞ് വന്നു, വി ആർ ഓൾ അറ്റ് ദ സെയിം പ്ലേസ്. പക്ഷേ സ്പിരിച്വൽ ഇതില് വി ആർ നോട്ട്, നൺ ഓഫ് us ആർ ദ സെയിം പ്ലേസ്. വി ആർ അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ് ഇൻ അവർ എവല്യൂഷൻ. അപ്പോൾ ഇറ്റ് മൈറ്റ് ലുക്ക് പാരലൽ അറ്റ് സർട്ടൻ ടൈംസ് വിത്ത് സംബഡി,
it might look serious, it might look you're following somebody else at some time, so there is no fixed ഇത് ഇങ്ങനെയാണ് എന്നില്ല. It depends on where you are at that point. പക്ഷെ ചില ആൾക്കാരെ അതിൽ നമ്മള് വേറൊരു ഇതിൽ പറഞ്ഞിട്ടില്ലേ, ഒരു 6-ാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞില്ലേ, ഇത് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ ആയവര് നിനക്ക് അർജുനൻ ചോദിച്ചു എന്താ ഉറപ്പ് ഞാൻ ഇതൊക്കെ ചെയ്തിട്ട് മരിച്ചു പോയിട്ട് അടുത്ത പ്രാവശ്യം വരുമ്പം ഐ സ്റ്റാർട്ട് ഓൾ ഓവർ അഗെയിൻ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞില്ലേ, ഇല്ല, ഇതൊക്കെ ഉണ്ടെങ്കിൽ, ഈ സംസ്കാരങ്ങൾ ഉണ്ടെങ്കിൽ യു വിൽ ബി ബോൺ ഇൻ എ ഫാമിലി വിത്ത് ഓൾ ദീസ് ആട്രിബ്യൂട്ട്സ് so that you can take off from where you left. So when you are taking off from where you have left എന്നറിയാം. നമ്മളൊരു ഗ്രൂപ്പായിട്ട് നമ്മൾ 9 പേര് ഇവിടെ ഇരിക്കുന്നു, 8 പേര് ഇവിടെ ഇരിക്കുന്നു, we are talking about it assuming that all of us are തുല്യജ്ഞാനികൾ എന്നുള്ള ഭാവത്തില്. But everybody may be at a different stage, even though relatively we can say okay ഒരു വിധത്തിൽ, പക്ഷെ everybody may have പല കാര്യങ്ങൾ, things might attract people more depending on their vasanas. ചില ആൾക്കാർക്ക് ഫോർ എക്സാമ്പിൾ ചില ആൾക്കാരുണ്ട്, എനിക്കറിയുന്ന ചില ആൾക്കാരുണ്ട് ഇവിടെ തന്നെ, ഒരൊറ്റ whatever സത്സംഗങ്ങൾക്ക് വരില്ല, ഒരൊറ്റ lectures, discourses ഒന്നും വരില്ല. പക്ഷെ if there is an activity to be done and if things needs to be done, they'll be the first there and they'll be there till the end, slogging their backs off without expecting anybody to help. They will do everything, they don't care if others are helping. പക്ഷെ ഒരു ദിനം വരില്ല. കർമ്മയോഗികൾ, റൈറ്റ്? ഫോർ ദം ഉപനിഷത്ത് ജ്ഞാനം ഒന്നും ആവശ്യമില്ലായിരിക്കും. ഇതൊക്കെ അവരെ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാൻ പോകുന്നത് അബദ്ധമാണ്. അവർക്ക് ചിലപ്പോൾ ഒന്നും ആവശ്യം ഉണ്ടാവില്ല. ഓർ മേ ബി they are ignorant to that, we don't know that also. ഒരു കാര്യം ചെയ്യുക, സേവാഭാവത്തിൽ ഒരു കാര്യം ചെയ്യുക എന്നുള്ള ബോധം മാത്രമേ ഉണ്ടാവുള്ളവർക്ക്, അവർക്ക് ആത്മജ്ഞാനം വേണം എന്നൊന്നും അറിയില്ല, we don't know, right? So ഓരോരുത്തർ we start at different times. പക്ഷെ നമ്മൾ ഒരാള് ചെയ്യുമ്പം നമുക്ക് വേണ്ടത് എന്താണ്? we want to get there. പക്ഷെ എല്ലാം വേണ്ടത് മനസ്സിന്റെ അജിറ്റേഷൻസ് പോവുക, മൈൻഡ് ഫോക്കസ്ഡ് ആവുക, മൈൻഡ് പ്യൂർ ആവുക. കർമ്മയോഗം ഈസ് ദ ഈസിയസ്റ്റ് വേ ടു പ്യൂരിഫൈ ദ മൈൻഡ്. കാരണം മെഡിറ്റേഷനിൽ കർമ്മയോഗം ഇല്ലാതെ കർമ്മയോഗം എന്ന് പറയുമ്പോൾ ഇവിടെ കർമ്മഫല ത്യാഗം എന്ന് വിചാരിച്ചാൽ മതി. സോ ആങ്സൈറ്റി ഈസ് അബൌട്ട് ദ ഫ്യൂച്ചർ, ആങ്സൈറ്റി ഈസ് അബൌട്ട് ദ റിസൾട്ട് വെച്ച് മെഡിറ്റേഷനിൽ ഇരുന്നാൽ മൈൻഡ് ഫോക്കസ്ഡ് ആവുമോ? Right? So adina you have to condition yourself by renouncing the fruits of the action. അങ്ങനെ ഫ്രൂട്ട്സ് ഓഫ് ദി ആക്ഷൻ റിനൗൺസ് ചെയ്താലേ മൈൻഡ് പ്യൂർ ആവുള്ളൂ. ഒരു പ്യൂറർ മൈൻഡിനെ ഫോക്കസ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫോക്കസ് ചെയ്ത പ്യൂറർ മൈൻഡിലെ ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ വരൂ എന്നാണെങ്കിൽ യു ക്യാൻ കൺസിഡർ ദിസ് ആസ് എ സീരിയൽ പാത്ത്. ശരി. അതെ, അപ്പൊ ഇതൊന്നും അറിയണം എന്നുള്ള നിർബന്ധം അപ്പൊ അറിയാതെ തന്നെ നമ്മള് ഇതിലൊക്കെ ജീവിക്കുന്ന ഒരു ജ്ഞാനവും ഇല്ല. ഭഗവത്ഗീത തന്നെ എന്താന്ന് അറിയില്ല, അതിലെന്താ പറയണം, ഒരു അധ്യായം ഒന്നും അറിയണം എന്ന് ശരിക്കും ഇല്ല. അല്ലെ, ഒരാവശ്യമില്ല. ഓൾറെഡി ലിവിംഗ് ദാറ്റ് ലൈഫ് ടുഡേ ആൻഡ് ഹെൽപ്പിംഗ്. വർക്ക് ഈസ് വർഷിപ്പ്, അല്ലെങ്കിൽ സർവീസ് ഈസ് ലൈക് നോ സർവീസ് ടു ഹ്യൂമൻസ്, സർവീസ് ടു ഗോഡ്. അങ്ങനെ മെന്റാലിറ്റിയിൽ പോകുന്നവർ പലരും ഉണ്ട്. ഇത് ഒരാൾ വിചാരിച്ചോളൂ, he is evolved to a state, ഭഗവത്ഗീത ഉപനിഷത്ത് ഒന്നും പഠിച്ചിട്ടില്ല, by some vasanas and evolution through whatever his circumstances, if he has evolved, അയാൾക്ക് ആരോടും ഒരു വൈരാഗ്യവും ഇല്ല, ദേഷ്യവും ഇല്ല. അയാളോട് പോയി കണ്ടു 12-ാം അധ്യായത്തിൽ 18-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ട് അദ്വേഷ്ട സർവഭൂതാനാം. നിങ്ങൾ അത് അറിയോ ചോദിച്ചാൽ അയാൾ പറയും എനിക്കത് അറിയില്ല, പക്ഷെ I am that. He doesn't have to know it, but he is that. റൈറ്റ്? അവസാനം പറയും എല്ലാം ഒന്നാണ് എന്നുള്ള പൂർണ്ണമായ ധാരണയിലിരിക്കുന്ന ആൾക്കാര് അയാളോട് തത്വമസി എന്ന് എഴുതിയിട്ടുണ്ട് ഉപനിഷത്തിൽ, അതിന്റെ അർത്ഥം അറിയോ നിങ്ങൾക്ക് ചോദിച്ചാല് he may not know, he doesn't have to know. പക്ഷെ നമുക്ക് എന്താണ്, അതാണ് നമ്മൾ പറഞ്ഞത്, നമ്മള് നേരത്തെ പറഞ്ഞ മാതിരി കർവ് ഫിറ്റ് ചെയ്യുന്ന ആൾക്കാരില്ലേ, നമ്മൾ വി ആർ ഓൾ ക്വാണ്ടിറ്റേറ്റീവ്. അതിനപ്പോ നമ്മള് വി ക്വസ്റ്റ്യൻ എവറിത്തിങ്, റൈറ്റ്? അപ്പൊ വി ക്വസ്റ്റ്യൻ എന്തുകൊണ്ട്, വൈ ഷുഡ് ഐ ഡു ദിസ്, വൈ ഷുഡ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ക്വസ്റ്റ്യനിങ് ഇന്റലക്ച്വൽ ആയിട്ടുള്ള ആൾക്കാർക്ക് ദിസ് ഇസ് എ ഗുഡ് പ്രോസസ്, ബിക്കോസ് ഭഗവാൻ ലീവ്സ് നോ സ്റ്റോൺ അൺടേൺഡ് ഇൻ എക്സ്പ്ലെയിനിങ് വൈ ഫോർ എവറി സ്റ്റെപ്പ്. ഭഗവത്ഗീതയില് ദർ ആർ നോ ഇൻജങ്ഷൻസ്, റൈറ്റ്? ഡു ദിസ് എന്നുള്ളതേ ഇല്ലല്ലോ. എല്ലാം കഴിഞ്ഞിട്ടും എന്താ പറയണ, അർജുന നിനക്ക് ഞാനൊക്കെ പറഞ്ഞു തന്നു, നിന്റെ സൗകര്യം പോലെ, നിന്റെ മനസ്സിൽ തോന്നുകയാണെങ്കിൽ, നിനക്കിത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, നിനക്കിത് മനസ്സിലായെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ളത് എടുത്തോളൂ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നേ പറയുന്നുള്ളൂ.
right? So there are no injunctions. It's appealing completely to a rational mind. എന്നിട്ട് പറയാണ് നീ ചിന്തിച്ച് സ്വയം കണ്ടുപിടിക്ക്, ഞാൻ ഐ എം ഗിവിംഗ് യു ദിസ് ഫ്രെയിം വർക്ക്. ഈ ഫ്രെയിം വർക്കിന്റെ ഉള്ളില് ദിസ് ഈസ് എ ഫ്രെയിം വർക്ക്. പല പ്രാവശ്യം പറഞ്ഞ പോലെ അജിരേണാദി ഗച്ഛതി, യു വിൽ ഗെറ്റ് ദെയർ ഇൻ നോ ടൈം, യു വിൽ ഗെറ്റ് ടു കൈവല്യം ഇൻ നോ ടൈം, യു വിൽ ഗെറ്റ് ടു ജീവൻ മുക്തി ഇൻ റീസണബിൾ ടൈം. യു ഫിഗർ ഔട്ട്. സെൽഫ് എഫേർട്ട് വേണം, സ്വപ്രയത്നം ഇല്ലാണ്ട് പറ്റില്ല. മെഡിറ്റേഷൻ ആയാലും ഈ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ കൾട്ടിവേറ്റ് ചെയ്യാനുള്ള സ്വപ്രയത്നം വേണം. അങ്ങനെ ചെയ്താൽ യു വിൽ ഗെറ്റ് ദെയർ, ബട്ട് ഇറ്റ്സ് കംപ്ലീറ്റ്ലി അപ് ടു യു. ഇത് ഒരു ഇത് പറയില്ലേ. അപ്പം പക്ഷെ നേരത്തെ പറയുകയും ചെയ്തു, ബഹുനാം ജന്മനാമന്തേ ജ്ഞാനവാൻ മാം പ്രപദ്യതേ വാസുദേവ സർവമിതി സമഹാത്മാ സുദുർലഭം. അപ്പൊ അതും ഇറ്റ് വിൽ ടേക്ക് ടൈം, ഇറ്റ്സ് എൻ എവല്യൂഷണറി പ്രോസസ് എന്നുള്ളതും പറഞ്ഞു. അത് വില്ലുമംഗലത്തിന്റെ ഒരു കഥ പറയും. വില്ലുമംഗലം സ്വാമിക്ക് കൃഷ്ണനെ നേരിട്ട് കാണായിരുന്നല്ലോ അല്ലെ. അപ്പം വില്ലുമംഗലം സ്വാമിക്ക് ഭയങ്കര വയറുവേദന എന്നിട്ട് വയറുവേദന മാറണേയില്ല. കൃഷ്ണനെ കാണുന്നുണ്ട്, കൃഷ്ണ ഒന്ന് മാറ്റിത്തരൂ എന്ന് പറയുമ്പോൾ കൃഷ്ണൻ വെറുതെ ഇങ്ങനെ ഓടക്കോയിൽ ഊതി ചിരിച്ചോണ്ട് പോകുന്നുണ്ട്, മാറ്റി കൊടുക്കണില്ല. അപ്പൊ വില്ലുമംഗലത്തിന് വല്ലാണ്ട് സങ്കടമായി ഒരു വൈദ്യനെ പോയി കണ്ടു. വൈദ്യൻ മരുന്ന് കൊടുത്തു, വയറുവേദന മാറി. വന്നിട്ട് കൃഷ്ണനോട് പറഞ്ഞു, കൃഷ്ണ നോക്ക, ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നിനക്ക് വയറുവേദന മാറ്റണമെന്ന്, നീ എനിക്ക് വയറുവേദന മാറ്റി തന്നില്ലോ, ഞാൻ വൈദ്യന്റെ അടുത്ത് പോയിട്ട് മരുന്ന് കഴിച്ചു മാറി. അപ്പൊ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഈ ജന്മം കൊണ്ട് തീർന്നോട്ടെ എന്ന്, നിങ്ങളതിന് സമ്മതിക്കില്ല വെച്ചാൽ ഞാൻ എന്താ ചെയ്യാ? Right? So evolution ആണ്, it's evolution. It will happen through that process. അതായത് കൃഷ്ണൻ പറഞ്ഞ കാര്യം എന്താ, ഈ ജന്മം കൊണ്ട് തീർന്നോട്ടെ എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പൊരുൾ എന്താണ്? അനുഭവിച്ച് തീർക്കേണ്ടത് ഇപ്പൊ തീർത്തു, അതിനെ നിങ്ങൾ തടഞ്ഞു നിർത്തി ഇനിയും വന്നോളൂ, ഇനിയും ജനിച്ചോളൂ ഇത് അനുഭവിക്കാൻ. ഓക്കെ 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 ഓക്കെ. അപ്പം അത് ഇറ്റ് ഓൾസോ ടെൽസ് യു ദാറ്റ് ദിസ് ഇസ് നോട്ട് ഡെസ്റ്റിനി അലോൺ, യു ഹാവ് എ റോൾ ഇൻ ഇറ്റ്, റൈറ്റ്? യുവർ ആക്ഷൻസ് ഹാവ് എ റോൾ ഇൻ എവരിതിങ്. എന്താ ഈ ചാപ്റ്റർ ശരിക്ക് ഭയങ്കര സംഭവമല്ല ഈ ചാപ്റ്റർ. This is one of the 20 ക്ലാസിക് ചാപ്റ്റർ. 20 ശ്ലോകങ്ങളിലെ ക്ലാസിക് ചാപ്റ്റർ. ഭയങ്കര സംഭവം. ശ്രീരാമകൃഷ്ണ, ഈ അധ്യായം 12-ാം അധ്യായം പ്രത്യേകിച്ച് അവസാനം പറയുന്ന 36 ക്വാളിറ്റി, ഇത് ശരിക്ക് നമ്മളിന് സഹജമായിട്ടുള്ള ഉള്ളിലുള്ള ചില സാധ്യതകളെയാണല്ലോ കാണിക്കുന്നത്. എങ്ങനെയൊക്കെ നമുക്ക് ആവാൻ പറ്റും, എങ്ങനെയൊക്കെ മാറാൻ പറ്റും, നമ്മുടെ സാധ്യതകളാണ് ഇത് മുഴുവനും ഈ ക്വാളിറ്റികൾ. അതില് ഏറ്റവും പ്രധാനമായിട്ട് ഇപ്പം ഭക്തി എന്ന് പറയുമ്പോൾ ഭക്തിയുടെ ഒരു മാനിഫെസ്റ്റ് ചെയ്യപ്പെടുന്നത് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ സ്നേഹം എന്നുള്ള ഒരു വികാരത്തിലൂടെയാണ്. ഈ 36 ക്വാളിറ്റിയും നമ്മൾ അനലൈസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ സ്നേഹം വേണം. ഈ 36 ക്വാളിറ്റിയുടെ ഈ ഓരോന്നിനും ഈ സ്നേഹം മറ്റുള്ളവരോട് അൺകണ്ടീഷണൽ ആയിട്ട് ഉണ്ടാവുമ്പോഴാണ് അത് അങ്ങനെയുള്ള ഒരാളെയാണ് ഭക്തൻ എന്നും പറയാൻ പറ്റുന്നത് അർത്ഥത്തിൽ ഈ ഇതിനകത്തുള്ള ഇതില് എന്നാണ് അത് തോന്നി. ഇപ്പൊ 15-ാം ശ്ലോകം അല്ലേ, എന്താണ്, ലോകം കൊണ്ട് നമ്മൾ ഒരിക്കലും കോപം ഉണ്ടാവുന്നില്ല, നമ്മൾ കാരണം ഈ അത് വായിച്ച് കേട്ടപ്പം സി രാധാകൃഷ്ണന്റെ മുൻപേ പറക്കുന്ന പക്ഷികൾ എന്നുള്ള നോവലിന്റെ അവസാനത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട്, ബലം ഉണ്ടെങ്കിലും ആരെയും ധരിക്കാതെയും ബലമില്ലെങ്കിലും ആരെയും ഭയക്കാതെയും ആളുകൾ കഴിയുന്ന ഒരു സമൂഹം, അതിനു വേണ്ടിയിട്ടായിരുന്നു അർജുനും അവരാ കഥാപാത്രങ്ങൾ ജീവിച്ചതെന്നുള്ളത്. അപ്പൊ അതൊരു ഭയങ്കര സംഭവം. വാസ്തവത്തില് നമ്മൾക്ക് അധികാരം ബലം ഉണ്ടെങ്കിലും അത് ആരിലും പ്രയോഗിക്കാതെ, അത് മറ്റുള്ളവരിൽ ഭയം ഉണ്ടാക്കാതെ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ പ്രശ്നം ഉണ്ടാക്കാതെ, അതുപോലെ ബലമില്ലാത്തത് നമ്മൾ ബലഹീനനാണെന്ന് തോന്നുമ്പോഴും ഭയമില്ലാതെയും ജീവിക്കാൻ കഴിയുന്നത് ആ ഒരവസ്ഥ. ഈ യതി ഇതിന്റെ വ്യാഖ്യാനത്തില് യതി അവസാനം പറയുന്നുണ്ട്, ഈ ശ്ലോകം അനുസരിച്ച് ജീവിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അതിൽ പരം ഭാഗ്യവാനായിട്ട് ആരുമില്ല. 15-ാം അധ്യായത്തിന്റെ 15-ാമത്തെ ശ്ലോകത്തിന്റെ ഇതിൽ പറയുന്നത്. അപ്പൊ ഈ ഒരു അവസ്ഥ നമുക്ക് ഒന്നിനെയും ഭയമില്ലാതെയും ഒന്നിനെയും പിരിക്കണമെന്നും ഇല്ലാതെയും ഉള്ളൊരു, അപ്പൊ അത് വളരെ ഇക്വിപ്പോസിഷൻ ആണ്, വേറെ ഒന്നുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത്. ആ ഒരു അവസ്ഥയിലാണ് ശരിക്കും. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മൾ അതിന് വേണ്ട ഒരു എസൻഷ്യൽ ക്വാളിറ്റിയാണ് ഈ അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവ് എല്ലാറ്റിനോടും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമുക്ക് വാസ്തവത്തിൽ കിട്ടുന്നത് ഒരു എന്താ പറയാ, നമ്മൾ ചെയ്യുന്നതൊക്കെ ശരിയാവുക അല്ലെങ്കിൽ നന്നാവുക എന്നുള്ളതിനേക്കാൾ ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ്. സക്സസ് എന്നുള്ളതിനേക്കാൾ നമ്മൾ സാറ്റിസ്ഫാക്ഷൻ ആണ് അവിടെ ഉണ്ടാവുക.
ആ സാറ്റിസ്ഫാക്ഷൻ തന്നെയാണല്ലോ ശാന്തി നൽകുന്നത് നമ്മൾ ഉണ്ടാക്കുന്നത്. ഇപ്പം നാരായണ ഗുരു ആത്മോപദേശത്തിൽ പറയുന്നുണ്ട്, അവരനു വേണ്ടി അഹർനിശം പ്രയത്നം കൃപണത വിട്ടു കൃപാലു ചെയ്തിടേണം എന്നുള്ളത്. മറ്റുള്ള കൃപണത കൃപാലു എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെയാണ് ഭക്തിയെ, കൃപാലു ആയിരിക്കും ഭക്തിയുള്ള ഒരാള് എന്നുള്ള. അതെ, ശരിയാണ്. ഈ പറഞ്ഞ ക്വാളിഫിക്കേഷൻസ് ഒക്കെ ഒന്നിനൊന്ന് റിലേറ്റഡ് ആണ്. ആൻഡ് ഇതൊക്കെ ഇപ്പം വേറൊരിതും കൂടി ഉണ്ട്. പല അതും കൂടെ നോക്കണം. നമുക്ക് പല ക്വാളിറ്റീസ് പറഞ്ഞു എന്നുണ്ടെങ്കിലും ഇതൊന്നും ഓരോന്നായിട്ട് കൾട്ടിവേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്നിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് അടുത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നോളും. ഇറ്റ് ഈസ് ജസ്റ്റ് ദാറ്റ് നമുക്ക് ആ ഒരു റിയൽ ഡിസയർ ടു കൾട്ടിവേറ്റ് ദാറ്റ് വേണം. അതുകൊണ്ടാണ് ചിന്മയാനന്ദൻ പ്രത്യേകിച്ച് പറഞ്ഞ ഇറ്റ്സ് എ ബ്ലോസമിങ് ഓഫ് ഹ്യൂമൻ പേഴ്സണാലിറ്റി. ബ്ലോസമിങ്, ഒരു പൂവ് വിടരാൻ ഒരു എഫേർട്ടും വേണ്ട. മൊട്ടുണ്ടായി കഴിഞ്ഞാൽ അത് വിടരാൻ പിന്നെ ഒരു എഫേർട്ടും വേണ്ട, സമയം മാത്രം മതി. റൈറ്റ്? നേച്ചർ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ്. അപ്പൊ അതുപോലെ നമുക്ക് ഈ ഒരു ആറ്റിറ്റ്യൂഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊക്കെ കൾമിനേറ്റ് ചെയ്യാൻ പിന്നെ വലിയ എഫേർട്ട് ഒന്നും വേണ്ട. നേരത്തെ ചായ ഉണ്ടാക്കുന്ന എക്സാമ്പിളാണ്. വെള്ളം തിളപ്പിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ചായ ഉണ്ടായിക്കോളും. പക്ഷെ വെള്ളം തിളപ്പിക്കാനുള്ള മോട്ടിവേഷൻ വേണം, വെള്ളം തിളപ്പിക്കാനുള്ള ആഗ്രഹം വേണം. നമ്മള് കർമ്മയോഗത്തില് പറയുന്ന അല്ലെങ്കിൽ കർമ്മഫലത്യാഗം എന്നുള്ളതും സാധ്യമാവണമെങ്കിൽ ഈ ക്വാളിറ്റികൾ വേണം, എന്നാലേ കർമ്മഫലത്യാഗം സാധിക്കുള്ളൂ. അതെ. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്, ഇപ്പം ആൾക്കാര് ഞാൻ ഇതുപോലെയാണ്, ഭഗവത്ഗീത പറഞ്ഞ പോലെയാണ്, ഞാൻ കർമ്മഫലത്യാഗിയാണ്, ഞാൻ കർമ്മയോഗിയാണ്, പക്ഷെ എനിക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല, എനിക്ക് ഭക്തി എനിക്ക് അതൊന്നും താല്പര്യമില്ല എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥ യോഗി ജ്ഞാനി ഒരു മാർഗത്തിനെയും തള്ളി പറയില്ല. ഒരു മാർഗം. ഇപ്പൊ ഇവിടെ നമുക്ക് ചില ആൾക്കാർ ഭക്തി എന്നൊക്കെ പറഞ്ഞാൽ ഇറ്റ് ഇസ് ദിസ് ദാറ്റ്, എനിക്ക് ഞാൻ ആം എ കർമ്മയോഗി, ആം എ ഡൂവർ, ഐ ഡു തിങ്സ് ആൻഡ് ഐ ടേക്ക് കെയർ ഓഫ് തിങ്സ് ബട്ട് ഐ ഡോണ്ട് എക്സ്പെക്ട് എനിത്തിങ് എന്നൊക്കെ പറയും. പക്ഷെ അത് ഈസ് ഓൾസോ അജ്ഞാനം. ബിക്കോസ് യു ആർ ട്രൈങ് ടു, അത് പറയുന്ന ആള് സഡൻലി യു ആർ നോട്ട് സമദുഃഖ സുഖക്ഷമിയല്ല, യു ആർ നോട്ട് നിർമ്മമ, യു ആർ നോട്ട് നിരഹങ്കാരി, റൈറ്റ്? ആ ക്വാളിറ്റീസ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ ഒരു മാർഗവും, അപ്പൊ ഈ ഏതാ മാർഗം എന്ന് വെച്ചാൽ ഭഗവാൻ തുടക്കത്തിലെ ലോകേസ്മിൻ ദ്വിവിധ നിഷ്ഠ പുരാ പ്രോക്ത മയാനക ജ്ഞാനയോഗേന സാഖ്യാനാം കർമ്മയോഗേന യോഗിനാം. ഭക്തിയോഗം എന്നവിടെ പറഞ്ഞിട്ടേ ഇല്ല. ജ്ഞാനയോഗം സാഖ്യന്മാർക്കും കർമ്മയോഗം യോഗികൾക്കും. പക്ഷെ എന്താ പറഞ്ഞ, കർമ്മയോഗം ചെയ്ത് കർമ്മഫലത്യാഗത്തിലേക്ക് ആ മാനസികാവസ്ഥയിൽ എത്തുമ്പോ ഈ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ, your personality will blossom to acquire all these attitudes. ഭക്തി അങ്ങനെയാണ്. അപ്പൊ ഭക്തി is an essential ingredient for both കർമ്മം and ജ്ഞാനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ 7ാമത്തെയും 8ാമത്തെയും അധ്യായം ജ്ഞാനയോഗം എന്ന് ജ്ഞാനമാണ് പറയുന്നത് ആണെങ്കിലും അത് ജ്ഞാനഭക്തി തന്നെയാണ് അതിലൊക്കെ പറഞ്ഞിരിക്കുന്നത്. ഇനിയുള്ള അധ്യായങ്ങളിൽ ജ്ഞാനയോഗം എന്ന് പറയുകയാണെങ്കിലും കുറച്ചുകൂടെ വിജ്ഞാന യോഗങ്ങളാണ് ബാക്കിയുള്ള അടുത്ത 5-6 അധ്യായങ്ങൾ. ഇതിന് ഉദാഹരണം എന്ന് പറഞ്ഞാൽ, എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ള അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ബാലകൃഷ്ണൻ നായർ സാർ. സാറാണ് ശരിക്കും. സാറ് പിന്നെ ഒന്നും കൂടിയും പറയും, ഇപ്പൊ സ്ഥിതപ്രജ്ഞനാണോ സാറോട് ചോദിച്ചാൽ സാറ് പറയും എന്താ സംശയം ചോദിക്കും. എന്നിട്ട് നിങ്ങൾ സ്ഥിതപ്രജ്ഞ ലക്ഷണത്തിൽ ഓരോ ഉദാഹരണം നോക്കിയിട്ട് എന്നെ നോക്കിക്കോ, അല്ലെങ്കിൽ നോക്കട്ടെ എന്ന്. എന്നിട്ട് അത് കഴിഞ്ഞ് പിന്നെ അദ്ദേഹം പറയും, ഇത് ഞാൻ എൻ്റെ ഒരു പൊങ്ങച്ചം പറയാൻ വേണ്ടിട്ടല്ല, ഇത് പ്രാപ്യമായ ഒന്നാണെന്നുള്ളൊരു ബോധ്യം ഇരിക്കുന്നവർക്കും വേണം. അല്ലെങ്കിൽ ഇത് വെറൊരു സങ്കല്പമല്ല, സാധ്യമാണ് എന്നുള്ളൊരു വിശ്വാസമെങ്കിലും വരണല്ലോ. അതിനുവേണ്ടി പറയണമെന്നേ ഉള്ളൂ എന്ന് പറയുന്നത്. ഞാൻ സ്ഥിതപ്രജ്ഞനാണോ അല്ലയോ എന്നുള്ളത് നിങ്ങളെ സംബന്ധിച്ചുള്ള ഒരു വിഷയമേ അല്ല. അത് എന്നെ മാത്രം ബാധിക്കുന്ന പറയുന്നത്. അദ്ദേഹത്തിന്റെ ശരിക്കും ഈ സ്ഥിതപ്രജ്ഞ, അതായത് ഈ ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുന്ന കാലത്താണ് ക്ലാസ്സുകൾ കേട്ടിട്ടുള്ളത് കുറെയൊക്കെ. നമുക്ക് ശരിക്കും കേട്ട് കഴിഞ്ഞാല് വളരെ ഡ്രൈ ആയിട്ട് തോന്നും. മീൻ സെൻസ് വളരെ ബോധം ഇങ്ങനെ ആവർത്തിച്ച് പറയും. അതല്ല, ബോധമാണ് എല്ലാം ബോധത്തിൽ നിന്ന് ഇങ്ങനെ നമുക്ക് തമാശകളോ മറ്റു നമ്മളിപ്പോ ചിന്മയാമിഷനിലൊക്കെ കേൾക്കുമ്പോൾ ധാരാളം തമാശകളും കഥകളും ഉദാഹരണങ്ങളും ഒക്കെ ധാരാളം പറയും നമ്മളെ പിടിച്ചിരുത്താൻ വേണ്ടി. ഇദ്ദേഹം അങ്ങനെ ഒന്നുമില്ല. കഥകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട വല്ല കഥകളും പറയും എന്നല്ലാതെ തമാശകൾ പറയാന്നുള്ളതില്ല. പക്ഷെ ആ ഹാള് തന്നെ നിറഞ്ഞിരിക്കും ആളുകൾ. എനിക്ക് പേഴ്സണലി അറിയുന്ന ഒരുപാട് പേര് ആ കാലങ്ങളിൽ നമുക്ക് ഒരാഴ്ച നിലനിൽക്കും അതിന്റെ ഒരു എനർജി. ഒരു ക്ലാസ് അങ്ങോട്ട് കേൾക്കുമ്പോ അടുത്ത ക്ലാസ് വരേക്കും അതിന്റെ ഒരു എനർജി ഉണ്ടാവും. അത് ഒരു പക്ഷേ ഇതാണ് ഈ സത്യം അറിയുന്നവൻ, അതായത് ഇത് റിയലൈസ് ചെയ്ത ഒരാൾ പറയുമ്പോഴാണ് അത് സത്യമാവുന്നത്. ബാക്കി നമ്മളൊക്കെ പറയുന്നത് സത്യമല്ല, അർദ്ധസത്യവും അസത്യവുമാണ്. ഒരേ കാര്യം പറയണമെന്ന് വെച്ചാൽ, കാരണം എന്താ വെച്ചാൽ നമ്മൾ അനുഭവസ്ഥരല്ല. അനുഭവത്തിൽ വരുമ്പോഴാണ് അത് സത്യമാണ്. ഈ സത്യം ശരിക്കും ഉള്ളിലേക്ക് കയറും.
അവിടെ പറയുമ്പോ. സത്യം. മന്ത്രുഭായി? ഒന്നുമില്ല പ്രത്യേകിച്ച് പറയാൻ. രാജി, ബിജോയ് ജി? അപ്പൊ ഈ കർമ്മയോഗ ആണെങ്കിൽ ധ്യാനയോഗ രണ്ടും നന്നായിട്ട് ചെയ്യണമെങ്കിൽ ശരിക്കും ഈ പറഞ്ഞ ഈ 36 ക്വാളിറ്റീസും ആവുമ്പോഴേ, അപ്പൊ എനിക്ക് തോന്നുന്നു ഭക്തി കൂടെ അതിൽ ചേർന്ന് വരുമ്പോഴായിരിക്കും അതാവുന്നത് അല്ലെ? കാരണം ഈ ക്വാളിറ്റീസ് ഉണ്ടെങ്കിൽ മറ്റേതെല്ലാം ഓക്കെ ആവില്ലേ? മറ്റേ കർമ്മയോഗ ആണെങ്കിലും ധ്യാനാണെങ്കിലും എല്ലാം നന്നായിട്ട് ചെയ്യണമെങ്കിൽ ഈ ക്വാളിറ്റീസ് വേണം അല്ലെ? അപ്പൊ കർമ്മഫലത്യാഗം എന്ന് പറഞ്ഞ ക്വാളിറ്റീസ് തന്നെയല്ലേ ഇതൊക്കെ, റൈറ്റ്? ഫലം ത്യജിക്കുമ്പം റിനൗൺസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ക്വാളിറ്റീസ് അല്ലേ? വെൻ ഐ റിനൗൺസ് സംതിങ് വിത്ത് മൈ ഹോൾ ഹാർട്ട് ദെൻ ഐ എം അൺഅറ്റാച്ച്ഡ് ടു ഇറ്റ്. അപ്പൊ അതുപോലുള്ള ക്വാളിറ്റീസ് അല്ലേ? അപ്പൊ അത് കാരണം സെയിം ഐഡിയ ആണ്. പക്ഷെ കർമ്മയോഗത്തില് യു ആർ മോർ ഫോക്കസ്ഡ് ഓൺ ആക്ഷൻ, ഇവിടെ യു ആർ മോർ ഫോക്കസ്ഡ് ഓൺ ദി ആറ്റിറ്റ്യൂഡ്. ഭക്തി ഈസ് ദ ആറ്റിറ്റ്യൂഡ്. ആക്ഷനിലും ആറ്റിറ്റ്യൂഡ് വേണം, പക്ഷെ ആ സമയത്ത് നിങ്ങളുടെ മൈൻഡ് ഈസ് നോട്ട് പ്യൂർ ഇനഫ് ടു ഹാവ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. ഇവിടെ യു ആർ കൾട്ടിവേറ്റിംഗ് ദാറ്റ് ആറ്റിറ്റ്യൂഡ്. നൗ ഭക്തിയോഗം പഠിച്ചുകൊണ്ട് ഞാൻ ഇത് സീരിയലാണ്, കർമ്മയോഗം കഴിഞ്ഞിട്ടാണ് ഭക്തിയോഗം എന്നുള്ളതുകൊണ്ട് ഭക്തിയോഗം പഠിച്ചുകൊണ്ട് ഞാൻ കർമ്മയോഗം നിർത്തിയോ? ഇല്ലല്ലോ, നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നില്ല ഇപ്പോഴും, റൈറ്റ്? So now your actions will get more and more purified. Your actions will get better and better. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങള് അതിന് കൂടുതൽ ഫലപ്രാപ്തി കാണും. ഏത് കാര്യവും നമ്മൾ ഒരു ഫലത്തിനോടുള്ള ആസക്തി ഇല്ലാതെ, ഇതുപോലുള്ള നിർമ്മമത്വമായിട്ട്, ആജിറ്റേഷൻസ് ഇല്ലാതെ, ഔട്ട്സൈഡ് വേൾഡിലും ഇൻസൈഡും ആജിറ്റേഷൻസ് ഇല്ലാതെ ചെയ്താൽ അതിന്റെ എഫക്ട് നന്നായിട്ട് തന്നെയല്ലേ കാണുക, റൈറ്റ്? Every result is an action manifesting at a different time. So therefore, if the action is good, the result will obviously be good. പിന്നെ ഓരോ ഇൻഡിവിജ്വലും വേറെ വേറെ ആയിരിക്കല്ലോ, അപ്പം ഓരോരുത്തർക്കും ഏതാണ് കൂടുതൽ എടുക്കാൻ എളുപ്പം അതിനനുസരിച്ച് പോകാം. ഏതിലാണോ നിങ്ങളുടെ വാസനകൾ, എവിടെയാണോ നിങ്ങളുടെ വാസനാസ് നിങ്ങളെ ഡ്രൈവ് ചെയ്യുന്നത് അതിലെടുക്കുക. പക്ഷെ അവസാനം പറയും ജ്ഞാനത്തിന്റെ വാതിലിൽ വന്ന് നിൽക്കാതെ ഒന്നും പറ്റില്ല, അല്ലെങ്കിൽ ഇറ്റ് ബിക്കംസ് മിയർ വെറുതെ കാട്ടിക്കൂട്ടലാവും. ബട്ട് ഇത് വന്നാൽ ഇപ്പം പറഞ്ഞില്ലേ, ഭക്തി ഉണ്ടെങ്കിൽ, രാമായണത്തിൽ പറഞ്ഞ പോലെ ഭക്തി ഉണ്ടെങ്കിൽ ജ്ഞാനം വരും, കൂടെ വിജ്ഞാനം വരും. ഇത് വരും ജ്ഞാനം, ദിസ് വിൽ കം. അതാണ്. സോ നമുക്ക് ചില കാര്യങ്ങള് നമ്മൾ അഗൈൻ സയന്റിഫിക് ബെൻഡ് ഓഫ് മൈൻഡ് കാരണം നമ്മളെല്ലാം വി ആർ ഓൾ പ്രോസസിങ് തിങ്സ് ഇൻ എ വെരി സയന്റിഫിക് മാനർ. ഓക്കെ, ഇത് നമ്മൾ ഒരു കാര്യം ഡിറൈവ് ചെയ്യുകയാണെങ്കിൽ ഐ ഡിറൈവ് ദാറ്റ് സ്റ്റെപ്പ്, നൗ ഇത് ഫൈനലി ദിസ് ഇസ് ഈക്വൽ ടു ദാറ്റ്, ഐ ഗെറ്റ് ഇറ്റ്, റൈറ്റ്? പക്ഷെ ഇവിടെ you don't know, your intellect is not good enough to grasp all the steps in the way. You have to transcend the intellect. കാരണം നമ്മളെല്ലാം ഇന്റലക്ട് കൊണ്ടല്ലേ. ഇത് മനസ്സിലായി, അറിഞ്ഞു, ഇതൊക്കെ ഇന്റലക്ട് കൊണ്ടാണ് ചെയ്യുന്നത്. ആൻഡ് സഡൻലി ഐ എം ബീങ് ടോൾഡ് സംതിങ് ദാറ്റ്സ് മോർ സട്ടിൽ ദാൻ ദി ഇന്റലക്ട്. ആൻഡ് പറയാൻ പറ്റാത്തത് കാരണം, വാട്ട് ഇറ്റ് ഈസ് നേരത്തെ പറയാൻ പറ്റാത്ത കാരണം, ഉപനിഷത്തുകളിൽ എല്ലാത്തിലും നേതിയാണ്. ഡിനൈ ആൻഡ് വാട്ട് ഈസ് ദ ഫൈനൽ തിങ് ദാറ്റ് റിമെയിൻസ് ആഫ്റ്റർ യു ഡിനൈ എവറിത്തിങ് ഈസ് ദി അൾട്ടിമേറ്റ് ട്രൂത്ത്. എന്നിട്ട് അതിന്റെ ഓരോ ലക്ഷണങ്ങളും ഒക്കെ പറയുമ്പം നമ്മുടെ മിയർ ഇന്റലക്ട് കനോട്ട് കോംപ്രിഹെൻഡ്, യുവർ ലോജിക് കാൺ കോംപ്രിഹെൻഡ്. അപ്പൊ അതിനാണ് യു നീഡ് ടു ഇവോൾവ് so that you can go over and beyond your intellect. അപ്പൊ ഈ മനസ്സിലാവും, നമുക്ക് ലോജിക്കൽ റീസണിങ് കിട്ടും, അത് വെച്ചിട്ട്. പക്ഷെ അത് വിൽ ബി ഒരു പോയിന്റ് വരെ, പോൾ വാൾട്ട് പോലെ ഒരു പോയിന്റ് വരെ. അത് കഴിഞ്ഞാൽ യു ഹാവ് ടു ട്രാൻസെൻഡ് ദാറ്റ്. മഹാന്മാർ അങ്ങനെയാണ്. യു ഹാവ് ടു ഗെറ്റ് ദാറ്റ് ടു ദാറ്റ്. യു ഹാവ് ടു, എന്താ പറയാ, സ്റ്റേറ്റ് ഓഫ് ബീയിങ്, സ്റ്റേറ്റ് ഓഫ് ഈ പറഞ്ഞ ക്വാളിറ്റീസ് ഒക്കെ. എനിക്ക് ആരോടും ദേഷ്യമില്ല. എത്ര നേരത്തേക്ക്? അരമണിക്കൂർ. ബാക്കി സമയമോ ഭയങ്കര ദേഷ്യമാണ്. Am I a bhaktan for half an hour and a bhaktan for the rest of the time? Right? What is the whole point? ഒരു അർത്ഥമില്ലാത്ത കാര്യമായില്ലേ അത്? എനിക്ക് ഇന്ന് എനിക്ക് എൻ്റെ കുട്ടികളോട് ഭയങ്കര സ്നേഹമോ നാളെ ഞാൻ ഭയങ്കര ദേഷ്യം അവരോട്. അഗെയിൻ എന്നിട്ട് പറഞ്ഞു ഞാൻ സ്ഥിതപ്രജ്ഞനായി, ഇന്നലെ ഞാൻ സ്ഥിതപ്രജ്ഞനായിരുന്നു, കണ്ടില്ലേ? ഇന്ന് എന്റെ സ്ഥിതപ്രജ്ഞ, പക്ഷെ ഇന്നലെ ഞാൻ സ്ഥിതപ്രജ്ഞനായിരുന്നില്ലേ? അതല്ല, ദിസ് ഹാസ് ടു ബി. അപ്പം അതാണ് ഓൾവേസ് ഇൻ മീ, റൈറ്റ്? മയ്യർപ്പിത മനോബുദ്ധി ഓൾവേസ്, അനന്യഭക്തി ഓൾവേസ്. ആ ഒരു ലെവലിലേക്ക് എത്തണം. സോ കുറച്ച് നേരത്തേക്ക് സുഖമായിരിക്കാൻ ഇസ് വെരി ഹാപ്പി. നമുക്ക് എന്തെങ്കിലും ഏറ്റവും ഇഷ്ടമുള്ള ഒരു സാധനം കിട്ടി, ആരെങ്കിലും വന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനം തന്നു, ഐ എം ഹാപ്പി ഫോർ ഇറ്റ്. ഈവൻ എന്റെ കാശ് കൊടുത്ത്, എന്റെ ഹാർഡ് ഏൺഡ് കാശ് കൊടുത്ത് വರ್ತല്ല എന്ന് എന്റെ ഇന്റലക്ട് പറഞ്ഞിട്ടും ഒരു സാധനം ഞാൻ വിൻഡോ ഷോപ്പ് ചെയ്തിട്ട്
ആ ഒരു ത്രിൽ ഓഫ് ഷോപ്പിംഗിൽ ഇന്റലക്ട് പറയേണ്ടത് ദിസ് ഇസ് നോട്ട് വർത്ത് ഫോർ ദിസ് മണി, ദിസ് ഇസ് നോട്ട് വർത്ത് ഫോർ ദ മണി. പക്ഷെ എന്റെ ആ ഷോപ്പിംഗ് ത്രില്ലില് എന്റെ കാശ് ചെലവാക്കി മേടിച്ച് ഐ എം സ്റ്റിൽ വെരി ഹാപ്പി ഓഫ് ഹാവിംഗ് ഗോട്ടൺ ദാറ്റ് അറ്റ് ദാറ്റ് ടൈം, റൈറ്റ്? ഇല്ലോജിക്കൽ ആണ് എന്ന് പറയുന്ന, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ റിയാലിറ്റി ഹിറ്റ്സ് മീ. ബട്ട് അപ്പൊ ബയേഴ്സ് റിമോഴ്സ് വരും, ഇറ്റ്സ് ടു ലേറ്റ്. പക്ഷെ എനിക്ക് സന്തോഷമാവാൻ പറ്റുന്നുണ്ട്. സോ പറയാം സന്തുഷ്ടമാണോ, ഐ എം വെരി കണ്ടന്റ് വിത്ത് ദിസ് തിങ് എന്ന് പറയാം. എത്ര നേരം? It is that constancy that matters. It is that state with which you are there for all the time that matters. അതും കൂടിയാണ് പ്രധാനം. വളരെ നല്ലൊരു ചാപ്റ്റർ അല്ലേ ശരിക്കും. ഒന്നും ഇതുവരെ നമ്മൾ അവിടെയും ഇവിടെയൊക്കെ കേട്ടിട്ടുണ്ട് ഇങ്ങനെയൊക്കെ, പക്ഷെ ഇത്രയും നന്നായിട്ട് ഇതിൽ ഗീതയിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. ഇതിൽ മഹാഭാരതത്തിലൊക്കെ പറയില്ലേ, യതി ഇഹ അസ്തി തദന്യത്ര. ഇവിടെ കാണുന്നത് മറ്റെല്ലാവരുടെയും കാണാം, വേറെ എവിടെയും കാണാത്തത് അല്ല, ഇവിടെ കാണാത്തത് വേറെ എവിടെയും കാണുന്നില്ല. ഇതേ അതുപോലെയാണ്. എവറിത്തിങ് ഈസ് ഇറ്റ് ദെയർ. നമ്മൾ വി ഷുഡ് ബി വില്ലിംഗ് ടു ലുക്ക്. വി ഷുഡ് ബി വില്ലിംഗ് ടു ലുക്ക് വിത്ത് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് സറണ്ടർ, റൈറ്റ്? വി ഷുഡ് നോട്ട് ബി വില്ലിംഗ് ടു. സോ ധാരാളം പേര് ഭഗവത്ഗീത നോക്കും ടു ജസ്റ്റിഫൈ ദെയർ അസംഷൻസ്, ടു ജസ്റ്റിഫൈ ദെയർ കൺവിക്ഷൻസ്, റൈറ്റ്? ദാറ്റ് ഈസ് നോട്ട് സറണ്ടർ. ഒരു കാര്യം ഒരു മുൻവിധിയോടെ പോയിട്ട് എനിക്കിത് ആരോടെങ്കിലും സ്ഥാപിക്കണം, അതിന് ഭഗവത്ഗീത എടുത്ത് നമ്മളൊക്കെ ചെയ്യാറുണ്ട്. അതിന് ഭഗവത്ഗീതയിലെ ഒരു ശ്ലോകം എടുത്തിട്ട് സ്ഥാപിക്കാൻ ശ്രമിക്കും. ബട്ട് ദാറ്റ് ഇസ് നോട്ട് വാട്ട് യു വാണ്ട്. യു വാണ്ട്, ചിന്മയാനന്ദൻ എപ്പോഴും പറയുന്ന പോലെ, യു ഡോണ്ട് വാണ്ട് ടു ഗോ ത്രൂ ഗീത, യു വാണ്ട് ഗീത ടു ഗോ ത്രൂ യു. എനിബഡി ക്യാൻ ഗോ ത്രൂ ഗീത. ഇംഗ്ലീഷ് വായിക്കാനോ മലയാളം വായിക്കാനോ സംസ്കൃതം വായിക്കാനോ അറിയുന്ന ആർക്കും ക്യാൻ ഗോ ത്രൂ ഗീത. വെരി ഈസി. ടു മേക്ക് ഗീത ഗോ ത്രൂ യു ഈസ് ദ ഹാർഡർ പാർട്ട്. അല്ല, അങ്ങനെ ഈ വാദിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതിന് സ്വാമിജി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവരെയൊക്കെ ഈ ഇലയെണ്ണികൾ എന്ന് പറയാവുന്നത്, മരത്തിൽ എത്ര ഇലയുണ്ട് എന്ന് എണ്ണി നടക്കും, അതിലുള്ള ഫലം എടുക്കാൻ താല്പര്യം ഉണ്ടാവില്ല. എല്ലാ എണ്ണി അതിന്റെ കണക്ക് പറയാനും നടക്കുന്ന. വിജയജി, ഓരോ ചാപ്റ്റർ തീരുമ്പോഴും ഇനി എന്താന്നുള്ളത് അറിയില്ല. വരുമ്പോ പുതിയതായിട്ട് വേറൊരു സാധനമായിട്ടാണ് വരുന്നത് എപ്പോഴും. അതാണ് ഇതിന്റെ ഈ ഒരു അത് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു എത്ര മനോഹരമായിട്ട്. വ്യാസന്റെ ജീനിയസ്, റൈറ്റ്? യു കണക്റ്റഡ്. ആൻഡ് ഏത് കാലത്തും ആലോചിച്ച് നോക്കൂ, 5000 കൊല്ലം മുമ്പ് എഴുതിയ ഒരു സാധനം ഇസ് ആസ് ആപ്ലിക്കബിൾ ടുഡേ, ആൻഡ് ഐ എം ഷുവർ ദിസ് വിൽ ബി ആപ്ലിക്കബിൾ 5000 years from now. ഓരോ തീരുമ്പോ ഇനി എന്താ പറയാനുള്ള എല്ലാം പറഞ്ഞല്ലോ എനിക്ക് തോന്നുന്നു. പിന്നെയും അടുത്ത ഇതിലെ ക്ഷേത്രജ്ഞ വിഭാഗ യോഗമാണ്. സ്വാമി ചിന്മയാനന്ദന്റെ അഭിപ്രായ പ്രകാരം, ഓഫ് കോഴ്സ് ഹി ഡസ് ദാറ്റ് ഓൾ ദ ടൈം. ഫോർ എവറി ചാപ്റ്റർ ഇസ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ഇൻ ഗീത. അങ്ങനെയാണ്, ദാറ്റ്സ് ഹൗ ഹി ഡസ് ഇറ്റ്. സോ പക്ഷെ ഇതില് ഹി ലൈക്സ് ഓർ ഹി ട്രൈസ് ടു എക്സ്പ്ലെയിൻ ഇറ്റ് എ ലിറ്റിൽ ബിറ്റ് മോർ. കാരണം ഒരു ജ്ഞാനം നമ്മളെയൊക്കെ മാതിരി ലോജിക്കലായിട്ട് വാട്ട് ഈസ് ദ ജ്ഞാനം എന്ന് അറിയേണ്ട ഒരാൾക്ക് ദ ഫീൽഡ് ആൻഡ് ഇറ്റ്സ് നോവർ, ക്ഷേത്രജ്ഞ വാട്ട് ഈസ് ദ ഫീൽഡ് ആൻഡ് ഹൂ ഈസ് ദ നോവർ ഓഫ് ദാറ്റ് ഫീൽഡ്. അപ്പൊ അതിനെക്കുറിച്ചാണ് അടുത്ത അധ്യായം പറയുന്നത്. ഇറ്റ്സ് എ വെരി സബ്ജക്റ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ സെൽഫ് വിത്ത് ഇറ്റ്. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞത് ആത്മലക്ഷണങ്ങള്, അവിടേക്ക് എത്താനുള്ള വഴി, കർമ്മയോഗം, ഭക്തിയോഗം ഒക്കെ ആണെങ്കിൽ നൗ യു ആർ എക്സ്പ്ലെയിനിങ് വെരി സബ്ജക്റ്റീവ് എക്സ്പ്ലനേഷൻ ഓഫ് എ സെൽഫ് വിത്ത്. അപ്പം അതാണ് 7ാമത്തെ ചാപ്റ്ററിൽ ജ്ഞാനവിജ്ഞാന യോഗത്തിന്റെ 8ാമത്തെ ചാപ്റ്ററായ അക്ഷരഭ്രമ യോഗത്തിന്റെയും കണ്ടിന്യൂവേഷൻ ആണ് ക്ഷേത്രജ്ഞ വിഭാഗ യോഗം. 7ഉം 8ഉം കഴിഞ്ഞാൽ ഇടയിൽ ഒരു 9ഉം 10ഉം, കാരണം ഈ മാനിഫെസ്റ്റ് അൺമാനിഫെസ്റ്റ് ഡിഫറൻസ് പറയാൻ വേണ്ടി ഭഗവാന്റെ വിഭൂതികൾ പറഞ്ഞു കൊടുക്കുകയും പിന്നെ മുഴുവനായ വിഭൂതികൾ കാണിച്ചു കൊടുത്ത് അതിൽ നിന്നൊരു ചോദ്യം ഉണ്ടാക്കി മാനിഫെസ്റ്റ് ആണോ അൺമാനിഫെസ്റ്റ് ആണോ എന്നുള്ളതിന് സറണ്ടർ ആണ് ഭക്തിയാണ് വേണ്ടതെന്ന് പറയാൻ വേണ്ടി 12ലേക്ക് വന്നിട്ട് നൗ ഹി ഈസ് ഗോയിങ് ബാക്ക് ടു പിക്ക് അപ്പ് ദ ത്രെഡ്സ് ഫ്രം 7 and 8 അഗൈൻ. അപ്പൊ അഗൈൻ ജ്ഞാനയോഗത്തിന്റെ കണ്ടിന്യൂവേഷൻ തന്നെയാണ്. അപ്പൊ അത് നമുക്ക് അടുത്ത ആഴ്ച അല്ല നാരായണ, അപ്പൊ ശരിക്കും ഈ ഭക്തിയുടെ ക്വാളിറ്റീസ് കേൾക്കുമ്പോഴേ ഈവൺ ഇപ്പോ ഈ എത്തിസ്റ്റ് ആണെങ്കിലും ചില എത്തിസ്റ്റ് ആൾക്കാരുണ്ടല്ലോ, രാമകൃഷ്ണൻ പറഞ്ഞ പോലെ അൺകണ്ടീഷണൽ ആയിട്ട് ആൾക്കാരെ സ്നേഹിക്കുകയും മനുഷ്യനിലാണ് സ്നേഹം വേണ്ടത്, മനുഷ്യത്താണ് നമുക്ക് അൾട്ടിമേറ്റ്ലി വേണ്ടത് എന്നും ഈശ്വരം ദൈവമുണ്ട് എന്നുള്ളതല്ല എന്നും ഒക്കെ പറയുന്നതും അത് പ്രാവർത്തികമാക്കുന്നതും വളരെ
മനുഷ്യരെ ആഴത്തിൽ സ്നേഹിക്കുകയും സഹായിക്കുകയും സേവിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകൾ അവരും ഭക്തരാണെന്ന് പറയാലോ. അങ്ങനെ ആണ്. ഇപ്പൊ ഏത്തീസ്റ്റ് എന്ന് പറഞ്ഞാൽ അവർക്ക് ദൈവത്തിൽ വിശ്വാസമില്ല എന്ന് പറയുന്ന അവരിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടല്ലോ. എന്തോ ഒരു വിശ്വാസം അവരിലുണ്ടല്ലോ. അതെ അതെ, റൈറ്റ്. സോ ഏത്തീസം ഇസ് അവര് അവിശ്വാസിയല്ല. തത്വമസി തന്നെയാണ് ഒരു കണക്കിന് അവര് പ്രാക്ടീസ് ചെയ്യുന്നത്. അവര് അവിശ്വാസിയല്ല. അവരുടെ അഭിപ്രായത്തിൽ ഇതൊക്കെ ഡോഗ്മാസ് ആണ്. കാരണം നമ്മളിപ്പോ ദൈവവിശ്വാസം എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മൾ ദൈവം, കൃഷ്ണൻ അല്ലെങ്കിൽ രാമൻ, വേറൊരാളുണ്ട് എന്ന് സങ്കല്പിച്ചുകൊണ്ട് ദൈവവിശ്വാസം എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ അതിൽ പരിമിതി വെക്കുകയാണ്. വാസ്തവത്തിൽ അവര് പറയുന്നത് പോലും അതായത് നമ്മളിൽ നിന്ന് അന്യമായി മറ്റൊരു ദൈവമില്ലെന്നുള്ള അറിവാണ് ഇവിടെ വരുന്നത്. നമ്മൾ തന്നെയാണത്. അത് തിരിച്ചറിയുമ്പോഴാണ് നമ്മൾ ഭക്തനാവുന്നത്. അത് നമ്മൾ എല്ലാവരും വിശ്വാസികളാണ്. ഇഫ് സത് ചിത് ആനന്ദം, സത് ഈസ് എക്സിസ്റ്റൻസ്. If you believe in existence, and you will not be alive without believing in existence, you are there, right? Sat is existence. Adundengil, then you cannot be an avishwasi. Existence ennulla belief, existence ennulla belief alla, existence ennulla അറിവ് വന്നു കഴിഞ്ഞാൽ യു ആർ നോട്ട് an avishwasi anymore. പിന്നെയൊക്കെ വെറും വാചക കസത്ത വാക്കുകളുടെ ഇത്, ഐ ആം an atheist, ഐ ആം a theist, ഞാൻ ഇങ്ങനത്തെ സാധനം, എന്താ യുക്തിവാദി. ലോകത്ത് എല്ലാവരും യുക്തിവാദികളാണ്. അയുക്തിവാദികളെ ഇല്ല ലോകത്ത്. എവ്രിബഡി ഈസ് എ യുക്തിവാദി. ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യുവർ യുക്തി ഈസ്. ഓരോരുത്തരുടെ യുക്തിയാണ്. ഹൂ ഈസ് അയുക്തി? ഒരൊറ്റാളും ആരെങ്കിലും പറയൂ ഞാൻ യുക്തിവാദി എന്ന് പറഞ്ഞാൽ അല്ല ഞാൻ അയുക്തിവാദി എന്ന് ആരെങ്കിലും പറയൂ? ആർക്കും എല്ലാവർക്കും എന്റെ യുക്തിയാണ്. Right? But yukti changes, and if you say ende yukti is bigger than your yukti or different from your yukti, then you are losing everything. Right? Pinne duality vannu avade. അല്ല, ഈഗോ ഡ്രോപ്പ് ചെയ്യാതെ ഇപ്പൊ അതും ഞാൻ ദൈവമാണെന്നുള്ള ഒരു ഭാവം വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമല്ലേ? ആദ്യം ഈ ബാക്കിയുള്ള എല്ലാം ക്ലിയർ ആയിട്ട് വേണ്ട ആ ഒരു ക്വാളിറ്റിയിലേക്ക് എത്താൻ. കാരണം ഈഗോ നമ്മൾ പലതിലും പറഞ്ഞില്ലേ, ഈ ഈഗോ ഡ്രോപ്പ് ചെയ്യുക എന്ന് പറയുന്നത് യു ആർ നോട്ട് ഹോൾഡിംഗ് ഓൺ ടു എ തിങ് ഇൻ യുവർ ഹാൻഡ് ടു ഡ്രോപ്പ് അറ്റ് ലിഷർ, റൈറ്റ്? It's a process where you are shedding lots of inhibitions. അങ്ങനെ പോയി ഈഗോ ഡ്രോപ്പ് അല്ല ചെയ്യുന്നത്, ഡിസോൾവ് ആണ് ചെയ്യുന്നത്, അലിഞ്ഞു പോവാണ് ചെയ്യുന്നത്. എന്തിലാണ് അലിയുന്നത്? അറിവിലാണ് ഈഗോ അലിയുന്നത്, റൈറ്റ്? സോ യു cannot drop your ego. You can say, oh, I have no ego. അങ്ങനെ പറയാം. ബട്ട് സിൻസ് അഗെയിൻ ഇത് എനിക്കറിയോ ഒരാൾക്ക് ഈഗോ ഉണ്ടോ ഇല്ലയോ എന്ന്, എനിക്ക് എന്റെ കാര്യമല്ലേ അറിയുള്ളൂ, റൈറ്റ്? അപ്പം ഈ അറിവിൽ അലിയുന്നതാണ് ഈഗോ. എന്താണ് അറിവ്? എന്നിൽ നിന്ന് വിഭിന്നമായിട്ട് മറ്റൊന്നില്ലെന്നും ഈ കാണുന്നത് മുഴുവൻ, ഈ കാണുന്ന ലോകം മുഴുവൻ മായയാണെന്നും ഇത് സത്യമല്ല എന്നുള്ള അറിവ്. ആ അറിവിൽ എൻ്റെ എല്ലാ കർമ്മങ്ങളും എൻ്റെ എല്ലാ അറിവും ഡിസോൾവ് ചെയ്യുമ്പോൾ മൈ ഈഗോ ഹാസ് ഓൾറെഡി ഡിസോൾവ്. അതിനുള്ള വഴികളാണ് ഈ പറയുന്നത് മുഴുവൻ. കർമ്മയോഗത്തിലൂടെ, കർമ്മഫലത്യാഗത്തിലൂടെ, ധ്യാനത്തിലൂടെ, ഈ പറഞ്ഞ 36 ക്വാളിറ്റീസ് ഇൻകൾക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നതിലൂടെ ഉണ്ടാവുന്നത് ഈഗോ ഡിസൊല്യൂഷൻ ആണ്. ഈഗോ ഡിസോൾവ് ചെയ്യുമ്പോൾ എന്താവും? ശരീര, ബുദ്ധി, മനോ, അഹങ്കാരങ്ങളാണ് ഞാൻ എന്നുള്ള ബോധം പോകും. ആ ബോധം പോയി കഴിഞ്ഞാൽ പിന്നെ ഐ ആം വൺ വിത്ത് ദ യൂണിവേഴ്സ്, ഐ ആം വൺ വിത്ത് ദ ഇറ്റേണൽ ട്രൂത്ത് എന്നുള്ള അറിവ് വരും. അഗെയിൻ ഇതൊക്കെ തിയററ്റിക്കലാണ്, ഇങ്ങനെയാണ് ഉണ്ടാവുക എന്നാണ് എല്ലാ പുസ്തകത്തിലും എഴുതിയിരിക്കുന്നത്. പക്ഷെ ദിസ് ഇസ് വേർ യു വാണ്ട് ടു ബി എന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷെ അറിവ് അതുണ്ടെങ്കിൽ യു നോ ഇഫ് യു ഗോ റോങ്. അതല്ലേ അറിയുന്നതിന്റെ. ഇപ്പൊ ഒരു കാർ മെക്കാനിക്, ഇപ്പൊ എന്റെ കാറ് കേടുവന്നു, നമ്മൾ പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. പണ്ട് വീട്ടിൽ ഫിയറ്റ് കാർ ഉണ്ടായിരിക്കുമ്പോൾ എന്തും ചെയ്യാലോ അതിലൊക്കെ. അപ്പൊ കാറ് ചിലപ്പോൾ സ്റ്റാർട്ട് ആവില്ല. ഉടനെ അച്ഛൻ എന്തോ ചെയ്യുന്നത്, അതുമാതിരി ബോണറ്റ് പൊക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും അവിടെയും ഇവിടെയൊക്കെ തട്ടും, വല്ല സ്ക്രൂ ടൈറ്റ് ചെയ്യും, റേഡിയേറ്ററിന്റെ അടപ്പ് തുറന്ന് ഒന്നുകൂടെ കഴിക്കും, കുറച്ച് വെള്ളം ഒഴിക്കും, ചിലപ്പോൾ അത് സ്റ്റാർട്ട് ആവും. എനിക്ക് അറിവുണ്ടായിരുന്നോ കാർ എന്താ കേടെന്ന്? ഇറ്റ് ജസ്റ്റ് ഹാപ്പൻ ബൈ സം ചാൻസ്. ക്യാൻ ഐ റിപ്പീറ്റ് ഇറ്റ് നെക്സ്റ്റ് ടൈം? പറ്റില്ല. കാരണം എനിക്ക് അറിയില്ല എന്താണ് കേടെന്ന്, അല്ലേ? ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോയി. അതുപോലെ നമുക്ക് പല അബദ്ധത്തിലും നമുക്ക് സംഭവിച്ചിട്ട് ഞാൻ വിചാരിക്കും ഐ ബിക്കം റിയലൈസ്ഡ്, എനിക്ക് ഇതൊക്കെ. പക്ഷെ അതല്ല അറിവ്. ദ റിയൽ നോളജ് ഈസ് ഫോർ യുവർ സെൽഫ് ചെക്ക്. അറിഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ റിയൽ മെക്കാനിക് ആയി കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം എന്നറിഞ്ഞാൽ അത് പരിഹരിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എല്ലാ പ്രോബ്ലത്തിനും എവ്രി if you have a hammer, every problem will look like a nail. ഓക്കെ, വേറെ ഒന്നുമില്ല. അപ്പൊ നമുക്ക് അടുത്ത ആഴ്ച നമുക്ക് 13ാമത്തെ അധ്യായം തുടങ്ങാം. ബിജോയ്ജി ചെയ്തോളൂ. പാട്ട് പാടി. ഓക്കെ.
बड़ा नटखट है रे किशन कन्हैया, का करे यशोदा मैया हो। बड़ा नटखट है रे किशन कन्हैया, का करे यशोदा मैया। ढूंढे रे अखियां उसे चारों ओर, जाने कहाँ छुप गया नंद किशोर। ढूंढे रे अखियां उसे चारों ओर, जाने कहाँ छुप गया नंद किशोर। उड़ गया ऐसे जैसे पुरवैया, का करे यशोदा मैया हो। बड़ा नटखट है रे, तो है मैं गले से लगा लूं, लोग न कैसे इसे मन में छुपा लूं। तो है मैं गले से लगा लूं, लागे न किसी की नजर मन में छुपा लूं। छुप गया जैसे ममता है छैया, का करे यशोदा मैया हो। बड़ा नटखट है रे मेरे जीवन का एक ही सपना, जो कोई देखे तो है समझे वो अपना। मेरे जीवन का तो एक ही सपना, जो कोई देखे तो है समझे वो अपना। सबका है प्यारा सबका है प्यारा बंसी बजैया, का करे यशोदा मैया हो। बड़ा नटखट है रे किशन कन्हैया, का करे यशोदा मैया हो। बड़ा नटखट है रे। Thank you. Very nice.